بسم الله الرحمن الرحيم ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. ആരെങ്കിലും പരലോകം ഉദ്ദേശിക്കുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് അതിനുവേണ്ടി അതിൻ്റെതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്ന പക്ഷം അത്തരക്കാരുടെ പരിശ്രമം പ്രതിഫലാർഹമായിരിക്കും. كُلًّا نُمِدُّ هَؤُلَاءِ وَهَؤُلَاءِ مِنْ عَطَاءِ رَبِّكَ وَمَا كَانَ عَطَاءُ رَبِّكَ مَحْظُورًا. انظُرْ كَيْفَ فَضَّلْنَا بَعْضَهُمْ عَلَى بَعْضٍ وَلَلْآخِرَةُ أَكْبَرُ دَرَجَاتٍ وَأَكْبَرُ تَفْضِيلًا. لَا تَجْعَلْ مَعَ اللَّهِ إِلَٰهًا آخَرَ فَتَقْعُدَ مَذْمُومًا مَخْذُولًا. وَقَضَىٰ رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ وَبِالْوَالِدَيْنِ إِحْسَانًا. الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على عبدك ورسولك خاتم الأنبياء والمرسلين وعلى آله وصحبه والذين اتبعوهم بإحسان إلى يوم الدين. أما بعد. أعوذ بالله من الشيطان الرجيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ ഈ സായാഹ്ന ക്യാമ്പിലെ ഏറ്റവും ഒടുവിലെ സംസാരമാണ് എൻ്റേത്. കുറഞ്ഞ സമയമാണ് ഉള്ളൂ എന്നതുകൊണ്ടും വിഷയം വെല്ലുവിളികളെ അതിജീവിച്ച ഇസ്ലാഹി പ്രസ്ഥാനം എന്ന വളരെ പ്രസക്തമായ ഒരു തലക്കെട്ടായതുകൊണ്ടും നിങ്ങൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. ആനുകാലിക സാഹചര്യങ്ങളിൽ നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ നിലപാടുകളും ആദർശവും സ്വരൂപിക്കേണ്ട, സ്ഥിരപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇസ്ലാഹി പ്രസ്ഥാനം എന്നാൽ എന്താണ്? നമ്മുടെ പേര് ഇസ്ലാഹി സെൻറ്റർ എന്നാണ്. ഗൾഫ് നാടുകളിലൊക്കെ നമ്മൾ അറിയപ്പെടുന്നത് ഇസ്ലാഹി സെൻറ്ററുകൾ എന്നാണ്. അത് ഇന്ത്യൻ എന്ന് പേരിട്ടാലും കേരള എന്ന് പേരിട്ടാലും പ്രാദേശികത്വത്തിൻ്റെ പേരിൽ മലയാളികളായ മുജാഹിദുകളായ സലഫികളായ അഹ്ലുൽ ഹദീസിൻ്റെ അനുയായികളായ ഒരു പറ്റം മലയാളികൾ അവരെത്തിപ്പെട്ട ഗൾഫ് രാജ്യങ്ങളിലെ ഏത് ഭൂഖണ്ഡ പ്രദേശങ്ങളിലും അവർ സംഘടിച്ചിട്ടുള്ള ഒരു ചട്ടക്കൂടാണ് ഇസ്ലാഹി സെൻറ്റർ. ആ പേരതിന് വന്നത് എൻ്റെ ഈ വിഷയത്തിന് തലക്കെട്ടായ ഇസ്ലാഹി പ്രസ്ഥാനം എന്നതിൽ നിന്നാണ്. ഇസ്ലാഹ് ചെയ്യുക എന്നാൽ നന്നാക്കുക എന്നാണ് അർത്ഥം. വർക്ക്ഷോപ്പിൻ്റെ അടുക്കൽ തസ്ലീഹ് എന്ന് എഴുതി വെച്ചത് നിങ്ങൾക്കറിയാം. വാഹനങ്ങൾ കേടുവന്നിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുപോയി കൊടുത്താൽ അവർ നന്നാക്കി തരും. ചിലതെല്ലാം അതിൽ മാറ്റി ഫിറ്റ് ചെയ്യേണ്ടി വരും. ചിലത് ഉള്ളത് നന്നാക്കി അതിൻ്റെ കേടുപാടുകൾ തീർത്ത് അത് ഉപയോഗയോഗ്യമാക്കി നിങ്ങൾക്ക് തിരിച്ചു തരണം. അതിനാണ് ഇസ്ലാഹ് അല്ലെങ്കിൽ തസ്ലീഹ്, നന്നാക്കൽ എന്ന് പറയുന്നത്. ഈ നടപടിക്രമം ഇസ്ലാഹി പ്രസ്ഥാനം
കുറച്ച് ആളുകളെങ്കിലും വിചാരിക്കുന്നത് ഇത് കേരളത്തിൻ്റെ ഒരു പ്രൊഡക്റ്റാണെന്നാണ്. കേരളക്കരയിലെ ചിന്തിക്കുന്ന, ബുദ്ധിയുള്ള, അറിവുള്ള ഒരു പരിഷ്കരണ സമൂഹം, അതിന് ലോകത്തുള്ള പരിഷ്കരണ ഇസ്ലാഹി സംഘങ്ങളുമായി വലിയ ബന്ധങ്ങൾ ഉണ്ടാവാം, അതൊന്നുമല്ല പ്രസക്തം. നേരെ മറിച്ച് കേരളത്തിലെ ബുദ്ധിയും വിവേകവും അറിവും പരിഷ്കരണ ബോധവുമുള്ള പാരമ്പര്യത്തിൽ ജനിച്ച പണ്ഡിതന്മാർ ഉണ്ടാക്കിയ കേരളക്കരയുടെ അതിർത്തികളിൽ ഒതുങ്ങി നിൽക്കുന്നൊരു പ്രസ്ഥാനമെന്നാണ്. ഇതാദ്യമേ ഞാൻ തള്ളിക്കളയുന്നു. കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിൻ്റെ ഒരു പ്രൊഡക്റ്റ് അല്ല. നേരെ മറിച്ച് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം എന്നും അവകാശപ്പെട്ടത് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഖുർആനും സുന്നത്തുമാണെന്നാണ്, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണെന്നാണ്. അപ്പോൾ എന്താണ് ഇവിടെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അവരവരുടെ പ്രവർത്തനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും നിലപാടുകളുടെയും ആധാരശിലയായി ഖുർആനും സുന്നത്തും എന്ന് വിളിച്ചു പറയുന്നവർ ഒരുപാട് ആളുകളുണ്ടായി. നമ്മുടെ നാട്ടിലെ വിവിധ സംഘടനാ വിഭജനങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അതിന് സമയം കളയേണ്ടതില്ല. ഒരുപാട് സംഘടനകൾ വ്യത്യസ്തങ്ങളായ തലക്കെട്ടുകളിലും വ്യത്യസ്തങ്ങളായ ചട്ടക്കൂടുകളിലും പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകൾ. പക്ഷേ ഈ സംഘടനകളെല്ലാം ആവേശത്തോടുകൂടി എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്: ഞങ്ങൾ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ആളുകളാണ്. അത് നമ്മുടെ സുന്നി വിഭാഗങ്ങൾ അവകാശപ്പെടുന്നു, നമ്മുടെ ജമാഅത്ത് സുഹൃത്തുക്കൾ അവകാശപ്പെടുന്നു, തബ്ലീഗ് ജമാഅത്തുകാർ അവകാശപ്പെടുന്നു, മുജാഹിദുകളിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയ സഹോദരന്മാർ അവകാശപ്പെടുന്നു, എല്ലാവരും അവകാശപ്പെടുന്നു ഖുർആനും സുന്നത്തും. അപ്പോൾ പിന്നെ ഈ ഖുർആനും സുന്നത്തും ഏതാണ്? ഓരോരുത്തർക്കും ഓരോ ഖുർആനുണ്ടോ? ഓരോരുത്തർക്കും ഓരോ സുന്നത്തുണ്ടോ? ഇവിടെയാണ് പ്രശ്നം. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ആലോചനയോടുകൂടി, വളരെ അവധാനതയോടുകൂടി, വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ഒരു രീതി സ്വീകരിച്ചു. എന്താണ്? ഖുർആനും സുന്നത്തും നമുക്കല്ല ആദ്യം തിരിഞ്ഞത്. ഇത് തിരിഞ്ഞ ഒരു വലിയ തലമുറ ഈ ലോകത്തിൻ്റെ ഒരു പ്രത്യേക ചരിത്രത്തിൻ്റെ ദശാസന്ധിയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. വിശുദ്ധ ഖുർആന്റെ ഒരു വചനം കേട്ടാൽ, പ്രവാചകന്റെ ഒരു വാക്ക് കേട്ടാൽ അവർക്ക് അത് വളരെ പെട്ടെന്ന് മനസ്സിലായിരുന്നു. മനസ്സിലാകാത്തത് അത് സന്ദർഭങ്ങളിൽ അവർ ചോദിച്ചു പഠിച്ച് തിരുത്തിയിരുന്നു. അങ്ങനെ അവരുടെ ഗ്രാഹ്യതയും അവരുടെ അംഗീകാരവും അവരുടെ ജീവിതവും അതുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും വിശദാംശങ്ങൾ, അതാണ് നമ്മുടെ ആദർശം. വിശുദ്ധ ഖുർആനിലെ ഒരായത്തിനെ സംബന്ധിച്ച്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു വചനത്തെ സംബന്ധിച്ച് ഈ പൂർവിക തലമുറയിൽപ്പെട്ട ആളുകൾക്ക് എന്താണ് പറയാനുള്ളത്? എന്താണ് സഹാബത്ത് ഈ ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ വചനമനുസരിച്ച് അവരെങ്ങനെയാണ് പ്രവർത്തിച്ചത്? ഇങ്ങനെ അർ-റഈലുൽ അവ്വൽ, ആ ഒന്നാം നൂറ്റാണ്ടിന്റെ ജനത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഖൈറുൽ ഖുറൂനി ഖർനി, ജീവിച്ച തലമുറകളിൽ ഏറ്റവും മെച്ചപ്പെട്ട തലമുറ എൻ്റേതാണ്. അതുകൊണ്ട് ആ തലമുറ എങ്ങനെയാണോ ആയത്ത് മനസ്സിലാക്കിയത്, എങ്ങനെയാണോ ഹദീസ് മനസ്സിലാക്കിയത്, എന്നിൽ നിന്ന് എങ്ങനെയാണോ അവർ കേട്ടത്, അതാണ് നമ്മുടെ പ്രാമാണികത, അതാണ് നമ്മുടെ അസ്ഥിവാരം, അതാണ് നമ്മുടെ ആധാരശില. അതുകൊണ്ട് ഞാനും ഖുർആനും സുന്നത്തിലേക്കും ക്ഷണിക്കുന്നു എന്ന് മാത്രം പറയുമ്പോൾ ഇത് പൂർത്തിയാകുന്നില്ല. ഖുർആനും സുന്നത്തും പൂർവികരായി, വിശുദ്ധരായി, പരിരക്ഷ ലഭിച്ചവരായി, മാതൃകാ പുരുഷന്മാരായി പരിചയപ്പെടുത്തപ്പെട്ട പ്രവാചകന്റെയും സഹാബാക്കളുടെയും കാലത്ത് അവർക്ക് ഖുർആൻ എങ്ങനെ തിരിഞ്ഞു, ഹദീസ് എങ്ങനെ തിരിഞ്ഞു എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് പരിശോധിച്ചറിഞ്ഞ ഖുർആനും തിരുസുന്നത്തും അത് നമുക്കെങ്ങനെ കിട്ടി? സഹോദരന്മാരെ, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാമാണ് ഈ ഉത്ബോധന ഗ്രന്ഥം, അള്ളാഹുവിൻ്റെ വചനങ്ങൾ നാമാണ് ഇറക്കിയിട്ടുള്ളത്. അത് ഒരു കേടുപാട് കൂടാതെ ഈ ലോകത്തിൻ്റെ അവസാനം വരെയും നിലനിർത്തേണ്ട ബാധ്യത പടച്ചവൻ ഏറ്റെടുത്തു. വിശുദ്ധ ഖുർആൻ എന്ന അള്ളാഹുവിൻ്റെ വചനങ്ങൾ മാത്രം നിലനിർത്തിക്കൊണ്ടല്ല വിശുദ്ധ ഖുർആനെ അള്ളാഹു സംരക്ഷിച്ചത്. നേരെ മറിച്ച് വിശുദ്ധ ഖുർആന്റെ തഫ്സീർ,
അതാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. അതാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. യുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അവരെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥവും പ്രവാചകന്റെ സുന്നത്തും, അതാണ് ഹിക്മത്തിനർത്ഥം. നമ്മുടെ പല ആളുകളും ഹിക്മത്തിനർത്ഥം പറയും യുക്തി, ബുദ്ധി, ചിന്ത, ആലോചന എന്നൊക്കെ അർത്ഥം പറയും. അല്ല, ഹിക്മത്തിനർത്ഥം ഒമൻ യൂത്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ, ആർക്കാണോ ജ്ഞാനം നൽകപ്പെട്ടത്, ആർക്കാണോ സുന്നത്തിനെ സംബന്ധിച്ചും പ്രവാചക ചര്യയെ സംബന്ധിച്ചും അഗാധമായ ജ്ഞാനം നൽകപ്പെട്ടത്, അവൻ ഒരുപാട് നന്മ ലഭിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്ന ഹിക്മത്ത് പ്രവാചകന്റെ ചര്യയാണ്. അങ്ങനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം കൊണ്ട്, ഉപദേശം കൊണ്ട്, വാക്കുകൾ കൊണ്ട്, അംഗീകാരങ്ങൾ കൊണ്ട് വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത്, അങ്ങനെയാണ് നമ്മൾ ജുമാ നമസ്കരിക്കുന്നത്, അങ്ങനെയാണ് നമ്മൾ വിവാഹബന്ധം നടത്തുന്നത്, അങ്ങനെയാണ് അനന്തരാവകാശം മുതലോരി വെക്കുന്നത്, അങ്ങനെയാണ് നമ്മൾ മറ്റു വിധത്തിലൂടെ നമ്മുടെ സാമൂഹിക ഇടപാടുകളും ബന്ധങ്ങളും കച്ചവടങ്ങളും അതുപോലെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. വിശുദ്ധ ഖുർആനിൽ അതിൻ്റെ മർമ്മമായ സൂചനകളും അടിസ്ഥാനപരമായ തത്വങ്ങളും ഉണ്ടാകും. അത് പ്രവാചകൻ ഇങ്ങനെ ചെയ്തോ എന്ന് വിശദീകരിക്കും, അല്ലെങ്കിൽ പ്രവാചകൻ അങ്ങനെ ചെയ്ത് കാണിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹാബി പ്രവാചകന്റെ സാന്നിധ്യത്തിൽ അത് പ്രവർത്തിച്ചിട്ട് പ്രവാചകൻ അംഗീകരിക്കും. ഈ എല്ലാ സ്വഭാവത്തിലും അത് വിശ്വാസയോഗ്യന്മാരായ ആളുകളിലൂടെ അത് രേഖപ്പെടുത്തപ്പെട്ടു. അതാണ് ഹദീസ് ഗ്രന്ഥങ്ങൾ. ആ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വിശ്വസ്തന്മാരാരാണ്, വിശ്വസിക്കാൻ കൊള്ളാത്തവരാരാണ്, യോഗ്യന്മാരാരാണ്, യോഗ്യത കുറഞ്ഞവരാരാണ്, ഇതൊക്കെ നുള്ളി നീർത്തി വളരെ കൂലങ്കഷമായി പരിശോധിക്കപ്പെട്ടു. ആ അറിവിൻ്റെ ശാസ്ത്രമാണ് ജുർഹ് തഅദീൽ എന്നറിയപ്പെടുന്നത്. ഒരു പ്രഗത്ഭനായ റാവിയുടെ ജീവിത ചരിത്രം മുഴുവനും, അയാളുടെ ജനനം, അയാളുടെ മരണം, അയാളുടെ വിദ്യാഭ്യാസം, അയാളുടെ പ്രായം, അയാൾ കണ്ട ആളുകൾ, അയാൾ ചെന്ന സ്ഥലങ്ങൾ, അയാൾ പഠിച്ച ഗുരുനാഥന്മാർ, അയാൾക്ക് ഹദീസ് കിട്ടിയ രീതി മുഴുവനും സുവിദിതമായി വിശ്വസ്തന്മാരായ റിജാലുൽ ഹദീസ്, അവർക്ക് നാം പറയുന്ന പേര് റിജാലുൽ ഹദീസ്, ഹദീസിൻ്റെ റിജാലുകൾ, ഹദീസ് ഉദ്ധരിച്ച റാവിമാർ എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ മുസ്ലിം ലോകം ഇന്നേ വരെ അഭിപ്രായ ഭിന്നതയില്ലാതെ പ്രവാചകന്റെ കാലം മുതൽക്ക് സഹാബാക്കളും, സഹാബാക്കളിൽ നിന്ന് താബിയുകളും, താബിയുകളിൽ നിന്ന് താബിയുകളും, താബിയുകളിൽ നിന്ന് വിജ്ഞാനം സമ്പാദിച്ച് നമുക്ക് പകർന്നു തന്ന പണ്ഡിതന്മാരും, അങ്ങനെ പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ ഇടമുറിയാത്ത ഒരു കണ്ണി, ചങ്ങലയായി തുടരെയായി വന്ന ഒരു പാരമ്പര്യമുണ്ട്. ഈ പാരമ്പര്യമാണ് സഹോദരന്മാരെ നമ്മുടെ തെരീഖ്. ഈ തെരീഖിൻ്റെ ഒരു ഭാഗമാണ് കേരളത്തിലെയും സലഫി പ്രസ്ഥാനം. കാരണം സലഫി പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തിയ ആളുകളൊക്കെ നമുക്ക് പറഞ്ഞു തന്നത് അങ്ങനെയാണ്. കെ എം മൗലവി ആകട്ടെ, വക്കം അബ്ദുൽ ഖാദർ മൗലവി ആകട്ടെ, MCC സഹോദരന്മാരായ അബ്ദുറഹ്മാൻ മൗലവിയും അസം മൗലവിയും അഹമ്മദ് മൗലവിയും ആകട്ടെ, അതുപോലെയുള്ള നമ്മുടെ സലഫി പാരമ്പര്യത്തിലെ കേരളത്തിലെ അറിയപ്പെട്ട മുഴുവൻ പണ്ഡിതന്മാരുമാകട്ടെ, അവരൊന്നും ഇത് ഞങ്ങൾ ആകാശവായുവിൽ നിന്ന് ഒരു മായാജാലം പോലെ എടുത്ത് ഇവിടെ അവതരിപ്പിച്ച പ്രസ്ഥാനമല്ല. നേരെ മറിച്ച് ഈ പണ്ഡിത ശ്രേഷ്ഠന്മാരായ ആളുകൾ വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അവർ വിശ്വസിക്കുകയും അവരാചരിക്കുകയും അവർ രേഖപ്പെടുത്തുകയും അവർ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നേവരെയും നമ്മെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ലോകത്തിലെവിടെയുമുള്ള വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിൻ്റെയും സലഫുകളായ ആളുകൾ ഗ്രഹിച്ച ആ ഗ്രാഹ്യതയുടെയും അടിസ്ഥാനത്തിൽ ആദർശം സ്വീകരിച്ചുകൊണ്ട് അത് നെഞ്ചിലേറ്റിയവരാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം. അതുകൊണ്ട് അത് ലോകത്തിന് പലയിടത്തും ആളുകളുടെ മുമ്പിൽ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിച്ചു. അന്ധമായ തഖ്ലീദ് അവർക്കില്ല. ഏതെങ്കിലും ഒരു പണ്ഡിതന്മാർ പറഞ്ഞ വാക്ക് അന്ധമായി അനുകരിക്കുന്ന പ്രശ്നമില്ല. നേരെ മറിച്ച് അത് പണ്ഡിതന്മാരുടെ വാക്കാണെന്ന നിലയ്ക്ക് തള്ളിക്കളയുന്ന പ്രശ്നവുമില്ല. അത് പരിശോധിക്കും, അതിൻ്റെ ന്യായവും അന്യായവും പരിശോധിക്കും, അതിൻ്റെ പ്രാമാണികതയും പ്രാമാണികതയില്ലായ്മയും പരിശോധിക്കും, അതിന് വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും അതിരുകളും പരിധികളും പരിശോധിക്കും. എന്നിട്ട് അതിൽ നിഗമനത്തിൽ എത്തി വെച്ചിട്ടുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെ പരിശോധിക്കും. സഹോദരന്മാരെ, അങ്ങനെയാണ് ഇസ്ലാഹി പ്രസ്ഥാനം നിലനിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിലുള്ള വലിയ പ്രശ്നം അന്ധവിശ്വാസങ്ങളായിരുന്നു. ആ അന്ധവിശ്വാസങ്ങൾ കബറാരാധനയുമായി ബന്ധപ്പെട്ട്, ബഹുദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വിശ്വാസകാര്യങ്ങളിലുള്ള വൈകല്യമായിരുന്നു നമ്മുടെ നാട്ടിൽ ഏറെക്കുറെ ഉണ്ടായിരുന്നത്. മാരകമായ രോഗങ്ങൾ വരുമ്പോൾ ആ രോഗശമനത്തിനായി വൈദ്യന്മാരെ സമീപിക്കുന്നതിനും ഡോക്ടർമാരെ സമീപിക്കുന്നതിന് പകരമായി
ചില വികല വിശ്വാസങ്ങളിലൂടെ ചില ആളുകളിൽ ഈ വലിയ മഹാനാശമാകുന്ന മഹാരോഗം മാറിത്തരുവാനുള്ള കറാമത്തും ബർക്കത്തും ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ ആ മഹാരോഗങ്ങൾ മാറാൻ വേണ്ടി അത്തരം മഹാന്മാരെ മനസ്സിൽ കരുതി അവരോട് പ്രാർത്ഥന നടത്തിയിരുന്ന സമ്പ്രദായമുണ്ടായിരുന്നു. വലിയ ഹംസത്തുൻ ഉത്ഫി ബിഹിം ഷർറൽ വബാഇൽ ഹാത്തിമ മുസ്തഫ വൽ മുർത്തല വബ്നാഹുമ വൽ ഫാത്തിമ. ഈ ആ കാലഘട്ടത്തിൽ ആളുകൾ പാട്ടിനാടി നടന്നിരുന്ന കാര്യമാണ്. കോളറയാകുന്ന മഹാവ്യാധി നാട്ടിൻ്റെ പല ഭാഗങ്ങളിലും വ്യാപിച്ച് നൂറുകണക്കിന് മനുഷ്യന്മാർ മരിച്ചു വീണപ്പോൾ എനിക്ക് 5 പേരുണ്ട്, ആ 5 പേരുടെ സ്മരണ കൊണ്ടും ആ 5 പേരുടെ മഹത്വവും ബർക്കത്തും കൊണ്ടും ഈ മഹാവിപത്തിനെ ഞാൻ ഇല്ലാതെയാക്കുന്നു. 5 പേർ, ഒന്ന് മുസ്തഫയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് മുർത്തദയാണ് അലി ഇബ്നു അബി താലിബാണ്, വബ്നാഹുമ അവർ രണ്ടുപേരുടെയും മക്കൾ ഹുസൈനാരും പിന്നെ ഫാത്തിമ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മകൾ ഫാത്തിമയും. ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നടന്ന അന്ധവിശ്വാസങ്ങളും ഖബറുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് അനാചാരങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ബദ്ധശ്രദ്ധമായ തൗഹീദ് പ്രബോധനം കൊണ്ട്, ശക്തമായ പ്രബോധനം കൊണ്ട് ഈ ശിർക്കൻ വിശ്വാസങ്ങളെ ഒരു പരിധിയോളം മനുഷ്യ സമൂഹത്തെ ബോധവൽക്കരിക്കുവാൻ നമുക്ക് സാധിച്ചു. ഖബറുകൾ മുഴുവനും പൊളിക്കപ്പെട്ട് അടിച്ചുകൂട്ടി എന്ന് നമുക്ക് അഭിപ്രായമില്ല. ബഹുദൈവാരാധനാ സമ്പ്രദമായ പ്രചാരണങ്ങളും കുറഞ്ഞുപോയി എന്ന് നമുക്ക് അഭിപ്രായമില്ല. നേരെ മറിച്ച് മാനവ സമുദായത്തിൻ്റെ മുമ്പിൽ എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് എന്ന് വ്യക്തമായ നിർവചനങ്ങളിലൂടെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിച്ചു. ആ കാര്യം ശത്രുക്കൾ പോലും അംഗീകരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ എന്തെങ്കിലും അന്തഛിദ്രതയോ ബഹളമോ വഴക്കോ വക്കാണമോ ചില പ്രത്യേക അസ്വാരസ്യങ്ങളോ ഉണ്ടാകുമ്പോൾ വളരെ സാമാന്യമായ മുസ്ലിം സമുദായത്തിൻ്റെ രക്ഷയിലും അതിൻ്റെ അഭിവൃദ്ധിയിലും അതിൻ്റെ നന്മയിലും ആഗ്രഹമുള്ള എല്ലാ ആളുകളും ബേജാറായിക്കൊണ്ട് പറയുന്നത്, ഇനി ഒരു പിളർപ്പോ, നിങ്ങൾ പല രൂപത്തിലുള്ള വിനാശകരമായ നിലപാടുകളിൽ നിന്നും സുരക്ഷമായ ഒരു ആദർശം സ്വീകരിച്ച നിങ്ങളിൽ ഒരു അഭിപ്രായ ഭിന്നതയോ എന്ന് പറഞ്ഞുകൊണ്ട് സാമാന്യമായി ചിന്തിക്കുന്ന ആളുകൾ ബേജാറാകുന്നത് അതുകൊണ്ടാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ അഭിപ്രായ ഭിന്നതയോ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആശയക്കുഴപ്പങ്ങളോ, സഹോദരന്മാരെ, നമ്മൾ സ്വീകരിച്ച അടിസ്ഥാനപരമായ ഒരു ലൈൻ സ്വീകരിച്ചാൽ ഒരു ആശയക്കുഴപ്പത്തിനും പ്രസക്തി ഉണ്ടാവുകയില്ല. നമ്മൾ സ്വീകരിച്ച അടിസ്ഥാനപരമായ ആശയം എന്താണ്? വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അതിനെ നമുക്ക് കുറ്റമറ്റ രീതിയിൽ എങ്ങനെയാണ് ഖുർആൻ നമുക്ക് കിട്ടിയത്, എങ്ങനെയാണ് ഹദീസുകൾ നമുക്ക് കിട്ടിയത്, ആ വിശ്വാസയോഗ്യമായ പാരമ്പര്യത്തിലൂടെ നമുക്ക് ലഭിച്ച ജ്ഞാനങ്ങളും അറിവുകളും പരിശോധിച്ചുകൊണ്ട് അതിൽ നിന്ന് നമ്മുടെ ആദർശം രൂപപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചാൽ ഒരു ഭിന്നതയും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം എക്കാലത്തും അതിൻ്റെ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിച്ചിട്ടുണ്ട്. അത് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല. ലോകത്ത് പല രൂപത്തിലുള്ള പരീക്ഷണങ്ങളും വന്നിരുന്നു. നിങ്ങൾക്കറിയാം, അഹ്മദ് ബിൻ ഹംബൽ ഇന്ന് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് കേരളത്തിലെ മുഴുവൻ തെരുവുകളിലെയും അഹ്മദ് ബിൻ ഹംബലിനെ അറിയാം. അഹ്മദ് ബിൻ ഹംബൽ ഇമാമു സുന്ന എന്നറിയപ്പെടുന്ന ആളാണ്. പക്ഷേ നമ്മുടെ ചില പ്രാസംഗികന്മാർ പറയുമ്പോൾ ആരാണ് അഹ്മദ് ബിൻ ഹംബൽ, ആരാണ് അഹ്മദ് ബിൻ ഹംബൽ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടാൽ, സഹോദരന്മാരെ, അഹ്മദ് ബിൻ ഹംബൽ ഏതാണെന്ന് നമ്മുടെ പഴയകാല പ്രസിദ്ധീകരണങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ തന്നെ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച അൽമനാറിലും അതുപോലെ തന്നെ നമ്മുടെ പല പ്രസിദ്ധീകരണങ്ങളിലും ആരാണ് അഹ്മദ് ബിൻ ഹംബൽ എന്ന് എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഫേസ്ബുക്കിലും പല രൂപത്തിലുള്ള നമ്മുടെ മീഡിയകളിലൂടെയും വന്നിട്ടുണ്ട്. ആരാണ് അഹ്മദ് ബിൻ ഹംബൽ? ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. ആരാണ് അഹ്മദ് ബിൻ ഹംബൽ? ആ അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒരു വലിയ ഫിത്ന ഉണ്ടായി. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ ഫിത്ന എന്താണ്? ഖുർആൻ സൃഷ്ടിയാണോ അല്ല അള്ളാഹിൻ്റെ സിഫത്താണോ? അള്ളാഹിൻ്റെ കലാമ് അള്ളാഹുവിൻ്റെ സിഫത്താണ്, അല്ല അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ഇത് ഖലീഫ മഅ്മൂൻ്റെ കാലത്തുണ്ടായ ഒരു വലിയ ഫിത്നയായിരുന്നു. ഒരുപാട് പണ്ഡിതന്മാർ കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടു, ഒരുപാട് പണ്ഡിതന്മാർ കൊല്ലപ്പെട്ടു. പലരും ഭീഷണിയും അതുപോലെ തന്നെ കാരാഗ്രഹവും ജയിലും മർദ്ദനങ്ങളും ഭയപ്പെട്ടുകൊണ്ട് ഖലീഫ മഅ്മൂൻ സ്വീകരിച്ച ഖുർആൻ സൃഷ്ടിയാണെന്ന വാദം അംഗീകരിക്കാൻ നിർബന്ധിതരായി. പക്ഷേ ഒരു നിലക്കും അത് സ്വീകരിക്കാതെ ആദർശത്തിൽ ഉറച്ചു നിന്നൊരു പണ്ഡിതനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. അദ്ദേഹത്തിന് ഒരുപാട് മർദ്ദനങ്ങളേറ്റു, ഒരുപാട് കാലം അദ്ദേഹം ജയിലിൽ കഴിഞ്ഞു. അങ്ങനെ ആ അഹ്മദ് ബിൻ ഹംബലിൻ്റെ കാലശേഷം പിന്നീടും വന്ന ശേഷം വന്ന ഖലീഫമാരുടെ കാലത്തും ഈ വാദം നിലനിന്നു. അവസാനം മുത്തവക്കിൽ എന്ന് പറയുന്ന അബ്ബാസിയ ഖിലാഫത്തിലെ മുത്തവക്കിൽ എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയുടെ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയുടെ കാലത്താണ് ഇത് ഖുർആൻ സൃഷ്ടിയല്ല, നേരെ മറിച്ച് ഖുർആൻ അള്ളാഹുവിൻ്റെ സിഫത്താണ്, അത് അള്ളാഹുവിനെ പോലെ തന്നെ അള്ളാഹുവിൻ്റെ പേരിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റാത്ത
ഒരു പുതിയതായി ഉണ്ടായതല്ല. അള്ളാഹു ഉണ്ടോ, അതിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ സിഫത്തായ കലാമുമുണ്ട് എന്ന വാദം അംഗീകരിക്കുകയും അതാണെന്ന് ശരി അംഗീകരിക്കുകയും ചെയ്തത് മുത്തവക്കിലിൻ്റെ കാലത്താണ്. സഹോദരന്മാരെ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള വാദമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജിന്നും സിഹറുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജിന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മലക്കില്ലേ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജിന്നിനോടും മലക്കിനോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടോ എന്നൊക്കെ ചില ആളുകൾ വളരെ ഉഷാറായി ആവേശത്തോട് പ്രസംഗിക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ സഹോദരന്മാരെ, ഓരോ കാലഘട്ടങ്ങളിലും ഓരോ ചിന്തനീയമായ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഖുർആൻ ഖൽഖാണ് ഖൽഖല എന്നുള്ള വാദം ഉണ്ടായിരുന്നോ? ഇല്ല. ഇത് അബ്ബാസിയ ഖലീഫമാർ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലുണ്ടായ ഒരു ഭിന്നതയാണ്. വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ആ വാദത്തെ, അബദ്ധവാദത്തെ നേരിട്ടു, ശക്തമായി നേരിട്ടു. ആ വെല്ലുവിളിയെ അവർ അതിജീവിച്ചു. കാരണം ഒരിക്കലും അധികാരത്തിന്റെ മുമ്പിലും അഹങ്കാരത്തിന്റെ മുമ്പിലും ആയുധബലത്തിന്റെ മുമ്പിലും ആൾബലത്തിന്റെ മുമ്പിലും സൈന്യത്തിന്റെ മുമ്പിലും കാരാഗ്രഹത്തിന് മുമ്പിലും സത്യം അടിയറ വെക്കുവാൻ തയ്യാറില്ലാത്ത പണ്ഡിതന്മാർ അവർ ഉറച്ചിരുന്നു. എന്ത് മർദ്ദനമേറ്റാലും ഒരു ഹക്കായി പറയാൻ അവർ തയ്യാറായി. അതുകൊണ്ടാണ് സഹോദരന്മാർ ആ ഫിത്ന നീങ്ങി കിട്ടിയത്, ആ ഫിത്ന ഇല്ലാതെയായത്. എന്തെല്ലാം രൂപത്തിലുള്ള ഫിത്നകൾ മനുഷ്യലോകത്ത് നിങ്ങൾക്കറിയില്ല. ചിന്ത, എല്ലാ ബുദ്ധിക്കനുസരിച്ച് കാര്യങ്ങൾ വ്യാഖ്യാനിക്കണം. ഒരു വലിയ വെല്ലുവിളിയാണ്. ബുദ്ധിക്കനുസരിച്ച് കാര്യങ്ങൾ വ്യാഖ്യാനിക്കണം. പ്രമാണങ്ങൾ അത് പല രൂപത്തിലുള്ള അബദ്ധങ്ങളും കടന്നുകൂടിയിട്ടുള്ളതാണ്. അതിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പലതുമുണ്ട്. അതുകൊണ്ട് ചിന്തിക്കുന്ന ജനങ്ങളെ അഫലാ തഅഖിലൂൻ അഫലാ തതഫക്കറൂൻ എന്ന് ഖുർആൻ ചോദിച്ചിട്ടില്ലേ? അതുകൊണ്ട് നിങ്ങൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചോ, ബുദ്ധി കൊണ്ട് ആലോചിച്ചോ, ബുദ്ധി കൊണ്ട് അക്കൽ കൊടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് അഖലാനികൾ അക്കലിന് പ്രാധാന്യം കൊടുക്കുകയും നക്കലിനെ തള്ളിക്കളയുകയും ചെയ്യുന്ന വിഭാഗം വന്നു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് മുഅ്തസിലിയാക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ നിന്നും സഹാബാക്കളുടെ അടുക്കൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട വിശ്വസനീയമായ തെളിവുകൾ വരെ പല കാര്യങ്ങളിലും അവർ തള്ളിക്കളഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എല്ലാ സിഫത്തുകളെയും വ്യാഖ്യാനിക്കണമെന്ന വാദം. പടച്ചവന്റെ സിഫത്തുകളൊക്കെ വ്യാഖ്യാനിക്കണം. ആകാശത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും അവസാനത്തെ യാമത്തിൽ ഇറങ്ങി വരുന്നു. വിശുദ്ധ ഹദീസിലുള്ളതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പശ്ചാത്തപിക്കുന്ന അവർക്ക് പറ്റുന്ന സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ഹൽ മിൻ തായിബിൻ, തൗബ ചെയ്യുന്നവരുണ്ടോ, അല്ലെങ്കിൽ ചോദിക്കുന്നവനുണ്ടോ, ഞാൻ കൊടുക്കാം. തൗബ ചെയ്യുന്നവനുണ്ടോ, തൗബ സ്വീകരിക്കാം. ഈ അള്ളാഹുവിൻ്റെ ഇറക്കം, അള്ളാഹുവിൻ്റെ കയറ്റം. സഹോദരന്മാരെ, ഇത് വാഴക്കാട് നമ്മുടെ സലഫി പ്രസ്ഥാനവും പേരോടും തമ്മിൽ നടന്ന ഖണ്ഡന പ്രസംഗത്തിൽ 8 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പൂട്ടിയ പ്രസംഗമാണ് വാഴക്കാട് ഖണ്ഡനം. ഒരു ഭാഗത്ത് അബ്ദുറഹ്മാൻ സലഫി സംസാരിക്കുന്നു, മറുഭാഗത്ത് പേരോട് സംസാരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ടതാണ് ഈ ഹദീസ്. അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. അങ്ങനെ ഇറങ്ങുന്ന അള്ളാഹ്, കയറുന്ന അള്ളാഹ്, അള്ളാഹുവിനെ ഇറക്കുന്നവനും കയറുന്നവനുമാക്കി മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായി ഇതിനെ കളിയാക്കിയിരുന്ന ആളാണ് പേരോട്. പക്ഷെ അതേസമയം പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ കുറിച്ച് എന്ത് പറഞ്ഞോ അത് അപ്പടി വിശ്വസിക്കണമെന്നും അത് നമ്മുടെ ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിക്കാൻ പാടില്ലെന്നും അതിന് നമ്മുടെ ബുദ്ധി കൊണ്ട് അതിന് രൂപമുണ്ടാക്കാൻ പാടില്ലെന്നും ആ സിഫത്തുകളെ എങ്ങനെയാണോ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത്, എങ്ങനെയാണോ പ്രവാചകൻ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നത്, അതേപടി വിശ്വസിക്കുക. നമ്മുടെ ബുദ്ധിയുടെയും യുക്തിയുടെയും ചിന്തയുടെയും അടിസ്ഥാനത്തിൽ അതിന് പ്രത്യേക നിർവചനങ്ങൾ കാണാൻ പാടില്ല, ചില പ്രത്യേക കാണാൻ പാടില്ല എന്ന് നമ്മളതിനെ ഖണ്ഡിച്ചു. അതിന് ധാരാളം ഗ്രന്ഥങ്ങളിൽ നമ്മൾ ഉദ്ധരണികൾ ഉദ്ധരിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരോടിൻ്റെ വിദണ്ഡവാദങ്ങളെ ഏറ്റവും ശക്തമായി നമ്മൾ അവിടെ ഖണ്ഡിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അനുയോജ്യമായ വിധത്തിൽ അള്ളാഹു ഇറങ്ങുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കയറുന്നുണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അനുയോജ്യമായ വിധത്തിൽ അള്ളാഹു കയറുന്നുണ്ട്. അള്ളാഹു ഇറങ്ങുമെന്നും അള്ളാഹു കയറുമെന്നും നമ്മളല്ല പറയുന്നത്, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ലാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യു യൂഹാ. എന്തെങ്കിലും ചിന്തയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അഭിപ്രായത്തിൽ സ്വന്തം അഭിപ്രായം പറയുന്ന ആളല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവന്റെ വഹീന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു ഇറങ്ങുമെന്ന് നബി പറഞ്ഞത്. അള്ളാഹു പടച്ചവന്റെ വഹീന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല യൗമ യക്ഷിഫു അൻ സാഖിൻ വയുദഅന ലിസ് സുജൂദി വഹും യൗമ യുക്ഷിഫു അൻ സാഖിൻ, കണങ്കാൽ പൊക്കി കാണിച്ചു കൊടുക്കും. വയുദഅന ലിസ് സുജൂദി, സുജൂദിനായി അവർ ക്ഷണിക്കപ്പെടും. അങ്ങനെ ആ സന്ദർഭത്തിൽ വഹും സാലിമൂൻ, സുജൂദ് ചെയ്യാൻ സാധിക്കാതെ അവർ ഊരിക്കളയും, ഒരു പിന്തിരിഞ്ഞു പോകുമെന്ന ആയത്തില്ലേ? എവിടെയാണ് അള്ളാഹുവിൻ്റെ സാക്ക്? ആ അള്ളാഹുവിൻ്റെ സാക്ക് എവിടെ? അള്ളാഹുവിൻ്റെ കണങ്കാൽ, യദുല്ല അള്ളാഹുവിൻ്റെ കയ്യ്, അള്ളാഹുവിൻ്റെ ബസർ അള്ളാഹുവിൻ്റെ കാഴ്ച. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും അള്ളാഹുവിനെ സംബന്ധിച്ച സിഫത്തുകൾ അതെന്താണ്? അതിനൊന്നും
ബുദ്ധി കൊടുത്ത് ചിന്തിക്കുമ്പോൾ അള്ളാഹു ഇസ്തവ അലൽ അർഷ്, സിംഹാസനത്തിൻ്റെ മുകളിൽ ഇരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു ഒരു കസാലിട്ട് അവനെ ഇരിക്കുന്നവനാക്കി. സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും അറിയുന്ന അല്ലാമുൽ ഗുയൂബ്, എല്ലാ അദൃശ്യമായ കാര്യങ്ങളും അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. പക്ഷേ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നു അവൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി എന്ന് പറയുന്നു. ആ ഉപവിഷ്ട അൽ ഇസ്തിവാഉ മഅലൂമുൻ, ഇരുത്തം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം എങ്ങനെയാണ് ഇരിക്കൽ എന്നുള്ളത്. പക്ഷേ ആ ഇരുത്തത്തിൻ്റെ കൈഫിയ്യത്ത് മജ്ഹൂലാണ്. എങ്ങനെയാണ് അള്ളാഹു ഇരുന്നത് നമുക്കറിഞ്ഞുകൂടാ. അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അനാവശ്യമാണ്. അതിനെക്കുറിച്ചുള്ള നമ്മുടെ ബുദ്ധി കൊടുത്തുള്ള വിശദീകരണങ്ങൾ നമുക്ക് തള്ളിക്കളയേണ്ടതാണ്. ഇങ്ങനെ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഞാൻ പറയുന്നു, ഈ ബുദ്ധി, അമിതമായ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദലീലുകളെയും തെളിവുകളെയും തള്ളിക്കളയുന്ന ഒരു പ്രവണത നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനം ആ വെല്ലുവിളിയെ നേരിട്ടു. അമാനി മൗലവിയുടെ പരിഭാഷ ഒന്നാന്തരം ഉദാഹരണമാണ്. അമാനി മൗലവിയുടെ പരിഭാഷ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രചിക്കപ്പെട്ടത്? എന്താണ് ചരിത്രം? ഒന്ന് നമ്മുടെ മുജാഹിദുകൾക്ക്, നിങ്ങൾ മുജാഹിദുകളാണല്ലോ, സലഫികളാണല്ലോ, എന്താണ് അമാനി മൗലവിയുടെ പരിഭാഷ രചിക്കപ്പെടാൻ കാരണം എന്താണ്? ഖുർആൻ പരിഭാഷ, അമാനി മൗലവിയുടെ പരിഭാഷയ്ക്ക് മുമ്പും ഖുർആൻ പരിഭാഷ രചിക്കപ്പെട്ടിരുന്ന കേരളത്തിൽ CN അഹമ്മദ് മൗലവിയുടെ പരിഭാഷയുണ്ട്, മുട്ടാനിശ്ശേരി കോയക്കുട്ടി മൗലവിയുടെ പരിഭാഷയുണ്ട്, സുന്നി മുസ്ലിയാഖന്മാരുടെ പരിഭാഷയുണ്ട്. പക്ഷെ അതിനിടക്ക് ഖുർആൻ വിവരണം എന്ന് പറഞ്ഞുകൊണ്ട് അമാനി മൗലവിയുടെ പരിഭാഷ രചിക്കപ്പെടാൻ കാരണം എന്താണ്? ആ ചരിത്രം ഒന്ന് പരിശോധിക്കണം. ഒന്നല്ലെങ്കിൽ അതിൻ്റെ ആമുഖം എന്തെങ്കിലും ഒന്ന് പരിശോധിച്ച് നോക്കണം. അമാനി മൗലവിയുടെ പരിഭാഷ നമ്മൾ ആൾമറയിൽ കൊണ്ട് ചില്ലിട്ട് വെച്ചാൽ പോരാ. അതിൻ്റെ ആമുഖം, ആ തഫ്സീർ എഴുതാനുള്ള കാരണങ്ങളും അതിൻ്റെ സാഹചര്യങ്ങളും അതിൽ വിശദീകരിക്കുന്നുണ്ട്. സഹോദരന്മാർ, എന്താ എഴുതിയത്? ഈ മുഹമ്മദ് പ്രവാചകന്മാർക്കുള്ള മുഅ്ജിസത്തുകളെ മുഴുവനും ഇപ്പോഴുള്ള ആധുനികരായ മനുഷ്യരുടെ മുമ്പിൽ അത് വിശദീകരിച്ചാൽ അവർക്കത് വിശ്വസിക്കാൻ പറ്റുകയില്ല. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസമുള്ള, നമ്മുടെ നാട്ടിലെ എഞ്ചിനീയർമാരെയും ഡോക്ടർമാരെയും ബുദ്ധിജീവികളെയും നമുക്ക് ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് അവരുടെ ബുദ്ധിക്ക് അനുയോജ്യമായി പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകളെയും അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ അത്ഭുത സംഭവങ്ങളെയും വിശദീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ CN അഹമ്മദ് മൗലവി മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മുഅ്ജിസത്തുകളെ നിഷേധിച്ചു. അതുപോലെ തന്നെ ചന്ദ്രൻ പിളർന്ന സംഭവം അത് നിഷേധിച്ചു. അതിപ്പോൾ നമ്മുടെ മടവൂരി സുഹൃത്തുക്കളുടെ വലിയ പണ്ഡിതനായ അബ്ദുസ്സലാം മൗലവി നിഷേധിക്കുന്നുണ്ട്. ചന്ദ്രനെ പിളർന്ന സംഭവം അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ഇഖ്തറബത്തി സാഅത്തു വൻഷഖൽ ഖമർ, ഇതാ ഖിയാമത്ത് നാൾ അടുത്തിരിക്കുന്നു, ചന്ദ്രൻ പിളർന്നു, ഞങ്ങളത് കണ്ടതാണ്, ഞങ്ങളതിന് സാക്ഷിയാണ് എന്ന് ധാരാളക്കണക്കിന് സഹാബികൾ ഉദ്ധരിച്ച ഹദീസുകളുണ്ട്, ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. ചന്ദ്രനെ പിളർന്ന സംഭവം സാക്ഷികളായ സഹാബാക്കളുടെ ഉദ്ധരണികൾ ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. എന്നാൽ ഓതി നമ്മുടെ അറബിക് കോളേജുകളിലും അതുപോലെയുള്ള കിതാബുകളിലും പറഞ്ഞ അബ്ദുസ്സലാം മൗലവി പറഞ്ഞ അങ്ങനെ സംഭവം തന്നെ അല്ലെന്നാണ്. സഹോദരന്മാരെ, നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇങ്ങനെയുള്ള വളരെ പ്രാമാണികമായി തെളിയിക്കപ്പെട്ട സംഭവങ്ങളെ പോലും ബുദ്ധിയുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ ദുർവ്യാഖ്യാനിച്ച് നിഷേധിക്കുന്ന ആ പ്രവണത വന്നപ്പോഴാണ് സലഫി മൻഹജിൽ പ്രവാചകന്റെയും സഹാബാക്കളുടെയും ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച താബികളുടെയും അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട്, അതിനെ ആധാരമാക്കിക്കൊണ്ട്, അതിനെ മുൻനിർത്തിക്കൊണ്ട് മലയാളികളായ ആളുകൾക്ക് ഇസ്ലാമിൻ്റെ തനതായ സന്ദേശം മനസ്സിലാക്കി കൊടുക്കാൻ ഒരു തഫ്സീർ വേണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയുണ്ടാക്കിയതാണ് ആ തഫ്സീർ. അതിൽ അദ്ദേഹത്തെ സഹായിച്ച, അമാനി മൗലവിയെ സഹായിച്ച പ്രഗത്ഭരായ ആളുകളുണ്ട്. എ അലവി മൗലവി, അബ്ദുസ്സലാം മൗലവിയുടെ ബാപ്പ എ അലവി മൗലവി, PK മൂസ മൗലവി, ഐക്കരപ്പടി, സിയാങ്കണ്ണം, പുളിക്കൽ പ്രദേശങ്ങളിൽ താമസിക്കുന്ന നമ്മുടെ ഷാക്കിർ മൗലവിയുടെ KSK തങ്ങളുടെ അമ്മോശങ്കാക്ക PK മൂസ മൗലവി, അതുപോലെ തന്നെ അതിനെ വായിച്ച് അതിൽ ധാരാളം തെറ്റുകൾ തിരുത്തി പരിശോധിച്ചു കൊടുത്ത KP മുഹമ്മദ് മൗലവി, പ്രഗത്ഭരായ പണ്ഡിതന്മാർ എല്ലാവരും കൂടി ഉൾപ്പെട്ട ഒരു വലിയ പരിഭാഷയാണത്, വലിയൊരു സംഭാവനയാണത്. സഹോദരന്മാരെ, ഇങ്ങനെ വിശുദ്ധ ഖുർആനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ബുദ്ധിജീവികളെ ആകർഷിക്കാൻ വേണ്ടി ബുദ്ധിക്കും യുക്തിക്കും അയുതമായ പ്രാധാന്യം കൊടുത്ത് പ്രമാണങ്ങളെ തള്ളിക്കടിഞ്ഞൊരു പ്രവണത വന്നപ്പോൾ അതിനെതിരെ രചിക്കപ്പെട്ട് മുജാഹിദുകൾ നെഞ്ചിലേറ്റി പ്രചരിപ്പിക്കുന്ന ഇസ്ലാഹി സെന്റർ ഇവിടെ ധാരാളക്കണക്കിന് കോപ്പികൾ പ്രചരിപ്പിച്ച ഒന്നാണ് അമാനി മൗലവിയുടെ പരിഭാഷ. അതിലെന്താണ് വിഷയങ്ങളെക്കുറിച്ച് പറയുന്നത്? ജിന്ന് പിശാചുക്കളുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ ഈ അമാനി മൗലവി മാത്രം രചിച്ച അമാനി മൗലവിയുടെ തഫ്സീറിൽ എന്താണോ ജിന്നിനെ കുറിച്ച് പറഞ്ഞത്, എന്താണോ പിശാചുക്കളെ കുറിച്ച് പറഞ്ഞത്, അത് മാത്രം ഒരു ഗ്രന്ഥമായി നമ്മുടെ സംഘടന പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഒരു ബുക്ക്. അതിലോ ജിന്നില്ല, പിശാചില്ല, അല്ലെങ്കിൽ ആ ജിന്നുകളും പിശാചുക്കളും അഭൗതിക ജീവികളാണ്,
അവർ കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളവരാണ് എന്നാണോ ആ ഗ്രന്ഥത്തിൽ പറഞ്ഞത്? അമാനി മൗലവിന്റെ പരിഭാഷയെ പറഞ്ഞത് അവർ കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളവരാണ്, അല്ലെങ്കിൽ അഭൗതിക ജീവികളാണ്, അവയോടുള്ള ഏതൊരു ചോദ്യവും ഏതൊരു തേട്ടവും അല്ലെങ്കിൽ അവരോടുള്ള ഏതൊരു ഇടപാടുകളും അത് ബഹുദൈവ വിശ്വാസമാണ് എന്നവരാരെയും പറഞ്ഞിട്ടുണ്ടോ? നമ്മളല്ലേ ആ പരിഭാഷ പ്രചരിപ്പിക്കുന്നത്, നമ്മളല്ലേ അത് പുനർപ്രസിദ്ധീകരിക്കുന്നത്, നമ്മളല്ലേ അതിൻ്റെ ബൈൻഡും കാര്യങ്ങൾ നിർത്തി ഇപ്പോൾ സമ്മേളനത്തിലും അതിൻ്റെ പുതിയ പതിപ്പ് പ്രസിദ്ധീകരിച്ചില്ലേ? അതിലങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അത് അഭൗതിക ജീവിയാണ്, ജിന്നുകളും മലക്കുകളും അഭൗതിക ജീവിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അമാനി മൗലവിന്റെ പരിഭാഷയല്ലേ നമ്മുടെ ആധാര പരിഭാഷയായി നമ്മൾ സ്വീകരിക്കുന്നത്, അതല്ലേ നമ്മൾ പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ ഒരു അഭിപ്രായ ഭിന്നത പ്രത്യേകിച്ച് നമ്മുടെ മടവൂർ സുഹൃത്തുക്കൾ നമ്മുടെ നാട്ടിലുണ്ടാക്കിയപ്പോൾ, അവർ സംഘടനയിൽ നിന്ന് പിരിഞ്ഞു പോയപ്പോൾ, അവർ മലയാളികൾക്കിടയിലും സമൂഹത്തിനിടയിലും പിടിച്ചു നിൽക്കുവാൻ ആശയപരമായ പാപ്പരത്വം നേരിട്ടപ്പോൾ അവർ പറഞ്ഞുണ്ടാക്കിയ ഒരു വലിയ അപരാധമാണ് ഗൾഫിലെ സെലഫികളെ അപ്പടി അനുകരിച്ചുകൊണ്ട് അവർ പറയുന്നതും എല്ലാം വിഴുങ്ങി അവർ പറയുന്നത് മുഴുവനും അങ്ങോട്ട് കയറ്റിവിട്ട് നമ്മുടെ കേരളത്തിൽ ആകെക്കൂടെ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് അവരൊരു പുസ്തകവും പ്രസിദ്ധീകരിച്ചു. നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു 3 പല്ല് ഇങ്ങനെ പുറത്ത് കാട്ടി നിൽക്കുന്ന ഒരു ശൈത്താൻ, എന്താ വെച്ചാൽ ജിന്ന്, ആ ജിന്നിൻ്റെ ചിത്രം ഒരു പുറംചട്ടയിൽ കൊടുത്തുകൊണ്ട് നമ്മുടെ മഹാനായ പണ്ഡിതൻ റഹ്മഹുല്ല ഇബ്നു ബാസ്, ഷേഖ് ഇബ്നു ബാസിൻ്റെ ഈ വിഷയത്തിൽ പിശാച് ബാധയെ സംബന്ധിച്ചും അതുപോലെ തന്നെ സിഹിറിനെ സംബന്ധിച്ചുമൊക്കെ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം, വളരെ ചെറിയ ബുക്കാണ്. ആ ബുക്ക് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നമ്മുടെ ഇബ്നു ബാസിൻ്റെയും അതുപോലെ ഉസൈമീൻ പോലെയുള്ള പണ്ഡിതന്മാരെ തഖ്ലീദ് ചെയ്യുന്ന ആളുകളാണിവർ. ആ പണ്ഡിതന്മാരുടെ അഭിപ്രായം മുഴുവനും, അവർ പറഞ്ഞ അഭിപ്രായങ്ങൾ മുഴുവനും കേരളക്കരയിൽ നിർലോഭം പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഇവരതാ മെനക്കെടുന്നു. അതിൽ ഞങ്ങളെ കിട്ടുകയില്ല, ഞങ്ങൾ ബുദ്ധിയുള്ള ആളുകളാണ്, ഞങ്ങൾ ചിന്തിക്കുന്ന ആളുകളാണ്, ഞങ്ങൾ അന്ധവിശ്വാസികളല്ല, ഇവർ നവയാഥാസ്ഥികരാണ്. ഇത് മുജാഹിദുകൾ, കേരള അനന്തപുരത്തുൽ മുജാഹിദിന്റെ പ്രവർത്തകന്മാർ നവയാഥാസ്ഥികരാണ്, യാഥാസ്ഥികത്വത്തിൽ പുതിയ പതിപ്പുമായി വന്ന ആളുകളാണ്. ഞങ്ങളോ വലിയ യഥാർത്ഥ സലഫി പ്രസ്ഥാനത്തിൽ ഞങ്ങളാണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ ബുക്ക് പ്രസിദ്ധീകരിച്ചു. ഈ ബുക്ക് സ്വന്തമായി പരിഭാഷപ്പെടുത്തിയത് MI മുഹമ്മദ് അലി സുല്ലമിയാണ്. അദ്ദേഹത്തിൻ്റെ പേരതിൽ വെക്കാതെ പകരം ഡോക്ടർ ഫضലുല്ല അൻവാരിയുടെ പേരാ വെച്ചത്. ഇതൊക്കെ എത്രയോ ആ കാലഘട്ടത്തിൽ നടന്ന പ്രസംഗങ്ങളിൽ നമ്മൾ വിശദീകരിച്ചതാണ്. അങ്ങനെ വ്യാജപ്പേരിൽ പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ച് കേരളക്കരയിൽ ജിന്നുകളെയും പിശാചുക്കളെയും ഇറക്കുമതി ചെയ്തത് യഥാർത്ഥത്തിൽ മടവൂരി സുഹൃത്തുക്കളാണ്. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാത്ത ഒരു ജിന്ന്, ഇല്ലാത്ത ഒരു മലക്കിൻ്റെ വിവാദം കൊണ്ടുവന്ന് നമുക്കിടയിൽ ഇങ്ങനെയൊരു അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് അവരാണ്. നിങ്ങൾ ചരിത്രം പരിശോധിക്കൂ. അപ്പോൾ നമ്മളെന്ത് ചെയ്തു? ആദ്യം നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞു, നിങ്ങൾ ഇതിനെ സംബന്ധിച്ചൊന്നും അവരങ്ങനെ പറഞ്ഞോട്ടെ. ആരോ പറഞ്ഞ മാതിരി ഒരു കൈ ഇങ്ങനെ വെക്കുമ്പോൾ മറ്റേ കൈ ഇങ്ങനെ വെക്കുമ്പോഴല്ലേ ഒച്ച ഉണ്ടാവുള്ളൂ, അത് വേണ്ട, നിങ്ങളതിന് മറുപടി തരാൻ പോകണ്ട, അവർ കുറേ പറഞ്ഞ് തൊള്ള കടിയുമ്പോൾ നിർത്തിക്കോളും നിർത്തി. ഇങ്ങനെ ഇവരിങ്ങനെ പലയിടത്തും പറഞ്ഞ് നമ്മുടെ ആളുകൾക്ക് ഇങ്ങനെ ആശയക്കുഴപ്പം കൂടിയപ്പം, അല്ലല്ല ഇവർ ലേശമൊക്കെ ഇവർക്ക് ഇതിൽ മൈലേജ് കിട്ടുന്നുണ്ട്, ബാറ്ററി ഇങ്ങനെ ചാർജ് ആകുന്നുണ്ടെന്ന് കണ്ടപ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞു, നിങ്ങളും പറഞ്ഞോളിയാണ്, നിങ്ങളും പറഞ്ഞോളിന്നാണ്. അങ്ങനെ ജിന്നും പിശാചും പിളർപ്പന്മാരുടെ കൃതികളിൽ, ജിന്നും പിശാചും, എനിക്ക് സമയം കഴിഞ്ഞാൽ എനിക്കറിയില്ല, ജിന്നും പിശാചും പിളർപ്പന്മാരുടെ കൃതികളിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ പുസ്തകം നമ്മുടെ സാൽവേഷൻ നടക്കുന്ന സമയത്ത്, ഒന്നാമത്തെ സാൽവേഷൻ, കോഴിക്കോട് നടക്കുന്ന ഒന്നാമത്തെ സാൽവേഷനിൽ വെച്ച് ഈ പുസ്തകം നമ്മുടെ സംഘടന AP അബ്ദുൽ ഖാദർ മൗലവി പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തി സക്കരിയ സലാഹി രചിച്ച ജിന്ന് പിശാചി പിളർപ്പന്മാരുടെ കൃതികളിൽ എന്ന ചെറിയ പുസ്തകം നിങ്ങൾക്ക് ഇപ്പോൾ അന്വേഷിച്ചാൽ കിട്ടും. നിങ്ങൾ അങ്ങനെ ഞെളിയൊന്നും വേണ്ട. ജിന്നുകളെ സംബന്ധിച്ചും പിശാചുക്കളെ സംബന്ധിച്ചും നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലും നിങ്ങളുടെ ലേഖനങ്ങളിലും നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിലും നിങ്ങളുടെ പ്രസംഗങ്ങളിലും നിങ്ങൾ പറഞ്ഞത് എന്താണ്, ഇതിനെതിരായി ഇപ്പോൾ നിങ്ങൾ സംസാരിക്കാൻ കാരണം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വിശദമായി ആ ഗ്രന്ഥം രചിക്കപ്പെട്ടു. ഇന്ന് വരെ ഞാൻ ഈ പ്രസംഗിക്കുന്ന ഈ നിമിഷം വരെ സക്കരിയ സലാഹി എഴുതിയിട്ടുള്ള ജിന്ന് പിശാജ് പിളർപ്പന്മാരുടെ ഗ്രന്ഥങ്ങളിൽ എന്ന ബുക്കിന് മടവൂരികൾ മറുപടി എഴുതിയിട്ടില്ല. നിങ്ങളുണ്ടെങ്കിൽ കൊണ്ടുവരി ആ പുസ്തകത്തിന്. അങ്ങനെ ഈ ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ പണ്ഡിതന്മാരെല്ലായിടത്തും ഖണ്ഡനം പറയാൻ തുടങ്ങി. ഒരേ സ്റ്റേജിൽ ഇന്നിപ്പോൾ 2 ശരിയായി തിരിഞ്ഞു എന്ന് നമുക്ക് തന്നെ അറിയാവുന്ന ആളുകൾ ഒരേ സ്റ്റേജിൽ ഇതിന് വിഷയം മറുപടി വന്നു. ജിന്നിനെക്കുറിച്ചും പിശാചിനെക്കുറിച്ചും സിഹിറിനെക്കുറിച്ചും അതിൻ്റെ അഭൗതികതയും അതിൻ്റെ ഭൗതികതയും അവർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളും എല്ലാം പോസ്റ്റ്മോർട്ടം നടത്തിയ ധാരാളക്കണക്കിന് കാസറ്റുകൾ, ധാരാളക്കണക്കിന് ലേഖനങ്ങൾ. എത്ര കാസറ്റ് നിങ്ങൾക്ക് വേണം? എത്ര CD നിങ്ങൾക്ക് വേണം?
എത്ര പ്രസംഗത്തിൻ്റെ കട്ടുകൾ വേണം, എത്ര ക്ലിപ്പുകൾ നിങ്ങൾക്ക് വേണം. ഇന്നിപ്പോൾ രണ്ട് ചേരിയിൽ, രണ്ട് വിഭാഗത്തിൽ നിൽക്കുന്ന ആളുകൾ ഒന്നിച്ചു പറഞ്ഞ ഒരേ ആശയം, വളരെ വ്യക്തമായി മടവൂർ വിഭാഗത്തിൻ്റെ വിദണ്ഡവാദങ്ങൾക്ക് മറുപടി കൊടുത്തിട്ടുള്ള എത്രയോ സീഡികൾ എല്ലാവരും ഒന്നിച്ച് ഇന്നും അത് ജീവിക്കുന്നതാണ്. ഇപ്പം ഏറ്റവും ഒടുവിൽ കൊണ്ടോട്ടി പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ വന്ന ഒരു വലിയ ബഹളം നടത്തിയിരുന്നു. മുജാഹിദുകൾ കൂട്ടത്തോടെ ശിർക്കിലേക്ക്. അയാളെ പ്രസംഗത്തിൻ്റെ തലക്കെട്ടതാണ്. എൻ്റെ നാട്ടിനടുത്താണ് കൊണ്ടോട്ടി, ഞാൻ പുളിക്കക്കാരനാണ്, കൊണ്ടോട്ടിയാണ്. ഈ കൊണ്ടോട്ടിയിൽ അയാൾ നടത്തിയ പ്രസംഗത്തിന് തലക്കെട്ട് മുജാഹിദുകൾ കൂട്ടത്തോടെ ശിർക്കിലേക്ക്. ഈ കൂട്ടത്തോടെ ശിർക്കിലേക്ക് എന്ന് പറഞ്ഞതിന് മറുപടി പറഞ്ഞ ഒരു കേസറ്റ് ഉണ്ട്. ആ മറുപടിയിൽ അതിൻ്റെ ആമുഖ പ്രഭാഷണം നിർവഹിക്കുന്ന അബ്ദുറഹ്മാൻ സലഫിയും അതിൻ്റെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് ഫൈസൽ മുസ്ലിയാരുമാണ്. അപ്പോൾ ആ ആമുഖ പ്രസംഗത്തിൻ്റെ ക്ലിപ്പ് ഇപ്പോൾ ഇവിടെ എവിടെ ആരൊക്കെയോ കയ്യിൽ ഞാൻ കണ്ടതാണ്, എൻ്റെ കയ്യിലുണ്ട്. അത് വളരെ വ്യക്തമായി, അതാണ് നമ്മുടെ ആദർശം. ഈ വിഷയത്തിൽ നമ്മുടെ നിലപാടതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രവാചകൻ്റെ സുന്നത്തുണ്ടാവുക, പ്രവാചകൻ്റെ ചര്യ ഉണ്ടാവുക, ഹദീസുകളെ നമ്മൾ ബഹുമാനിക്കുക, പ്രവാചകന്റെ വാക്കുകളെ ബഹുമാനിക്കുക, വിശുദ്ധ ഖുർആനെ ബഹുമാനിക്കുക, ജീവിതത്തിൽ നമ്മളിൽ ആ ജീവിതത്തിൻ്റെ ചര്യയായി ഉണ്ടാവുക. ഇങ്ങനെ ഒരു വലിയ മുന്നേറ്റം ഒരു 8, 10, 12, 15 കൊല്ലത്തിനിടക്ക് നമ്മുടെ ചെറുപ്പക്കാർക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും യുവജനങ്ങൾക്കിടയിലും കുടുംബത്തിലും സ്ത്രീകളിലും ഒരു വലിയ മുന്നേറ്റം പോലെ ഉണ്ടായി. സഹോദരന്മാരെ, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയണം. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയണം. എന്നെ ആകർഷിച്ച അല്ലെങ്കിൽ എന്നെ ചിന്തിപ്പിച്ച ഒരു രംഗം ഞാൻ പറയണം. ഒരിക്കൽ ഒരു ഖുതുബ പറയാൻ എനിക്കൊരവസരം കിട്ടി തിരുവനന്തപുരത്ത് സെലഫി സെൻറ്ററിൽ ഖുതുബ പറയാൻ എനിക്കൊരു സമയം കിട്ടി. ഞാൻ മിമ്പറിൻ്റെ മുകളിൽ കയറി ഖുതുബ നിർവഹിച്ച് ആ സദസ്സിലേക്കൊന്ന് നോക്കുമ്പോൾ, സഹോദരൻ, തിരുവനന്തപുരമാണിത്. മലപ്പുറം ജില്ലയിൽ പുളിക്കലോ അരീക്കോടോ എടവണ്ണേ ഇങ്ങനെയുള്ള സ്ഥലമൊന്നല്ല ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യം. തിരുവനന്തപുരം സിറ്റിയിലാണിത്. സെക്രട്ടേറിയറ്റിൽ നിന്ന് 4 അടി നടന്നാൽ എത്തുന്ന സ്ഥലമാണ് നമ്മുടെ സലഫി സെൻറ്റർ. അതിലെ ജുമാക്ക് നമസ്കരിക്കുന്ന ആ ജുമാ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള 100 കണക്കിന് മനുഷ്യന്മാരിൽ എല്ലാവരും നല്ല താടി വളർത്തി നല്ല രീതിയിൽ ഇസ്ലാമികമായ രൂപത്തിൽ വേഷം ധരിച്ച ഒരു വലിയ സദസ്സ്. അത് എന്നെ വളരെയധികം ആകർഷിച്ചു. നമസ്കാരം കഴിഞ്ഞ ശേഷം ഇങ്ങനെയുള്ള ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നതിനിടക്കൊക്കെ ഞാൻ ചെന്ന് ചില ആളുകളോടൊക്കെ ഒന്ന് കുശലം പറഞ്ഞു. അപ്പം എന്താണ് ഈ സലഫി പള്ളി അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ശേഷം ആ സലഫി പള്ളിയുടെ മിമ്പറിൻ്റെ മുകളിൽ നിന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കേണ്ടതെങ്ങനെ എന്ന് കണിശമായി പഠിപ്പിച്ചെടുത്ത് തെർബിയത്ത് ചെയ്തിട്ടുള്ള ഒരു വിഭാഗമാണ് ആ പള്ളിയിൽ കൂടിയിട്ടുള്ളത്. അവര് ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ്. ഈ താടി കണ്ടിട്ട് നിങ്ങളൊക്കെ അറബി കോളേജിൽ നിന്ന് പഠിച്ചിപ്പട പരീക്ഷ ചെയ്താൽ തിരുവനന്തപുരത്ത് വന്നാണ്ട് വിചാരിക്കണ്ട. അവർ ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ്, അവർ വണ്ടി വലിക്കുന്ന ആൾക്കാരാണ്, ചുമടെടുക്കുന്ന ആൾക്കാരാണ്, ആ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന സാധാരണ ജീവനക്കാരാണ്. ഇങ്ങനെയുള്ള അവിടെ കൂടിയ സാമാന്യ ജനം മുഴുവനും ഒരു മാറ്റം, സഹോദരന്മാരെ, ഒരു മാറ്റം. ആ മാറ്റം എങ്ങനെ ഉണ്ടായി? മുജാഹിദ് പ്രസ്ഥാനത്തിൽ ശക്തമായ നിലക്ക് ജീവിതത്തിൽ ഇസ്ലാഹ് അവരുണ്ടാക്കി. പറയുന്ന കാര്യം ഖുർആനും സുന്നത്തിനോടും യോജിക്കുന്ന രീതിയിലായിരിക്കണം. ചെയ്യുന്ന കാര്യം ഖുർആനും സുന്നത്തിനോടും യോജിക്കുന്നതായിരിക്കണം. വസ്ത്രം ഉടുക്കുകയാണെങ്കിൽ അത് ഇസ്ലാമിക മാനദണ്ഡങ്ങൾക്കനുസരിച്ച് വസ്ത്രം ഉടുക്കണം. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് ഇസ്ലാമിക മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഭക്ഷണം കഴിക്കണം. ഭാര്യ ഭർത്തൃ ബന്ധം പുലർത്തുകയാണെങ്കിൽ അതിന് ഇസ്ലാമികമായ മാനദണ്ഡം വേണം. വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് സ്ത്രീധനം ഞാൻ വാങ്ങുകയില്ല, പൊന്നിൻ്റെയും പണ്ടത്തിൻ്റെയും പിന്നാലെ ഞാൻ പോവുകയില്ല. സഹോദരന്മാരെ, ധൈര്യമായി സ്ത്രീധനം പരസ്യമായി പറയാൻ ധൈര്യമുള്ള ആരാന്ന് കേരളത്തിലുള്ളത്? ഇതാരുണ്ടാക്കിയ മാറ്റമാണ്? പണ്ടം ഇത്ര പവൻ കെട്ടിവെച്ചാൽ ഇത്ര പതിയെ തൂക്കിയിട്ട് ഒരു തട്ടിൽ സ്വർണവും മറ്റേ തട്ടിൽ പെണ്ണും അങ്ങനെ തൂക്കി വെച്ചിട്ട് പൊന്നിൻ്റെ കനമനുസരിച്ചാണ് ഞാൻ പെണ്ണ് കെട്ടുക എന്ന് പറയുന്ന ആളുകൾ ആരാന്നുള്ള ധൈര്യത്തിൽ ഇല്ല. അതൊക്കെ മാറ്റിയെടുത്തത് മുജാഹിദ് പ്രസ്ഥാനമാണ്. ഇതാണ് ജീവിതത്തിലെ മാറ്റം എന്ന് പറയുന്നത്, സമൂഹത്തിലെ മാറ്റം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മുജാഹിദ് പ്രസ്ഥാനം എന്നും അതിന് അഡ്രസ് ഉണ്ടായത് ഖുർആനും സുന്നത്തും പ്രമാണങ്ങളുമാണ്. പ്രമാണങ്ങളല്ലാതെ, ആ പ്രമാണങ്ങൾക്ക് പിന്നാലെയല്ലാതെ, പ്രാമാണികതയുടെയും ആ ആധാരത്തിൻ്റെയും പിന്നാലെയല്ലാതെ ഏതെങ്കിലും വ്യക്തികളുടെ താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ ആ വ്യക്തികൾ അടങ്ങുന്ന ഒരു സംവിധാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് ഒരു പ്രസ്ഥാനം മാറിപ്പോയ ഒരു ചരിത്രം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും വ്യക്തികളുടെയോ ഏതാനും വ്യക്തികൾ അടങ്ങുന്ന സംവിധാനത്തിൻ്റെയോ പിന്നാലെ ഒരിക്കലും ഈ പ്രസ്ഥാനം പോവുകയുമില്ല. അതിന് ഈ പ്രസ്ഥാനത്തെ പറ്റുകയില്ല. വേറെ ഏത് പ്രസ്ഥാനങ്ങളും വ്യക്തികളുടെ പിന്നാലെയാകാം, ചില വ്യക്തികൾ കൂടിയ സംവിധാനങ്ങളുടെ പിന്നാലെയാകാം, അല്ലെങ്കിൽ അതിനായി ഉണ്ടാക്കിയെടുത്ത സംവിധാനങ്ങളുടെ പിന്നാലെയാകാം.
പക്ഷെ ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെ വ്യക്തികളുടെ സംവിധാനങ്ങളുടെ പിന്നാലെ പോകില്ല, ആദർശത്തിന്റെ പിന്നാലെ പോവുള്ളൂ. എന്താണ് ഹക്ക്, എന്താണ് ബാത്തിൽ, അത് ശരിയായി പരിശോധിക്കുകയും അങ്ങനെ ഹക്ക് എന്താണ് ബാത്തിൽ എന്താണെന്ന് പരിശോധിച്ചതിന് ശേഷം അതിനെ കൃത്യമായി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ നമ്മുടെ മുജാഹിദുകളിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് നമ്മളെല്ലാവരും പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെയും നമ്മുടെ പണ്ഡിതന്മാർ എഴുതിയ ലേഖനങ്ങളുടെയും നിരന്തരമായി മിമ്പറുകളിൽ നമ്മൾ പറഞ്ഞ ഖുതുബയുടെയും അതുപോലെ തന്നെ നമ്മുടെ സെമിനാറുകൾ, നമ്മുടെ സമ്മേളനങ്ങൾ, നമ്മുടെ പരിപാടികൾ, നമ്മുടെ ജാഥകൾ, ഏത് ജാഥ, നമ്മുടെ നിരന്തരമായ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള സ്ക്വാഡ് പ്രവർത്തനങ്ങൾ, ലഘുലേഖകൾ, പ്രസിദ്ധീകരണങ്ങൾ, ഇതിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത മാറ്റമാണ്. ഈ മുജാഹിദുകൾക്കിടയിൽ ഒരു പുതിയ ആശയവുമായും ഒരു പുതിയ ഭീഷണിയുമായും ഒരു പുതിയ ശബ്ദവുമായും നമ്മൾ രംഗത്ത് വരുമ്പോൾ അതവിടെ എത്രയും പെട്ടെന്ന് വിലപ്പോവുകയില്ല. സാധാരണഗതിയിൽ ഒരു ഇസ്ലാമിക ലോകത്ത് ഇങ്ങനെ ഒരു മാറ്റം ശക്തി ഉപയോഗിച്ചുകൊണ്ടും അധികാരം ഉപയോഗിച്ചുകൊണ്ടും ഒരു സമൂഹത്തെ മാറ്റിയെടുക്കാൻ ഒരിക്കലും സാധ്യമല്ല. ചരിത്രത്തിൽ ഇന്നേ വരെ സാധിച്ചിട്ടില്ല. താൽക്കാലികമായ ചില ബുദ്ധിമുട്ടുകൾ, താൽക്കാലികമായ ചില പ്രയാസങ്ങൾ, താൽക്കാലികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധിക്കും. അത് എല്ലാ കാലത്തും എപ്പോഴും നടത്തിയിട്ടുണ്ട്. പക്ഷേ ആദർശം, അതിൻ്റെ പിന്നാലെ പ്രവർത്തകന്മാർ ഉണ്ടാവുകയുള്ളൂ. ആ ആദർശം എന്താണ്, ഹക്കെന്താണ് എന്നതിനടിസ്ഥാനത്തിൽ അതിൻ്റെ പിന്നാലെ പ്രവർത്തകന്മാരുണ്ടാവുകയുള്ളൂ. സഹോദരന്മാരെ, ജിന്നും മലക്കും അതിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരൻ പോലും ഇന്ന് നമ്മളിലില്ല. പക്ഷേ എന്താണ് പ്രചരിപ്പിക്കപ്പെടുന്നത്? തൗഹീദുള്ള, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, പടച്ചവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി, മലക്കിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്ന് യാതൊരുവിധ മടിയുമില്ലാതെ പ്രചരിപ്പിക്കുകയും അതിനുവേണ്ട മാർക്കറ്റ് കിട്ടാൻ വേണ്ടിയുള്ള മുഴുവൻ സംവിധാനങ്ങളും അതിന് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥ, അത് മുജാഹിദ് കേരളം ഒരിക്കലും സമ്മതിക്കുകയില്ല, ഒരിക്കലും സമ്മതിക്കുകയില്ല. നേരെ മറിച്ച് ജിന്നും മലക്കും മറ്റെല്ലാ സൃഷ്ടികളെപ്പോലെയും സൃഷ്ടികളാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ടതാണ്. ആ സൃഷ്ടികൾക്ക് സൃഷ്ടികളുടേതായ സവിശേഷതയുണ്ട്. സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യം, സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യം സൃഷ്ടികളോട് വകവെച്ച് കൊടുക്കുന്നതാണ് അള്ളാഹുവിൽ പങ്കുചേർക്കൽ. ഇത് ഞാൻ പറഞ്ഞതല്ല, കുഞ്ഞീദ് മൗലവി എഴുതി വെച്ച തൗഹീദ്, നമ്മുടെ സംഘടന പ്രസിദ്ധീകരിച്ച പുസ്തകം. സഹോദരന്മാരെ, ഒരു CD, നമ്മുടെ ഫൈസൽ മുസ്ലിയാരെ ഈ സീഡിൻ്റെ ഒരു സാഹചര്യമുണ്ട്, നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് നല്ലതാണ്. ഫൈസൽ മുസ്ലിയാരെ കുറിച്ച് വേങ്ങരയിൽ ഒരു നോട്ടീസ് ഇറങ്ങി. അദ്ദേഹം ശിർക്കിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ആരാ ഫൈസൽ മുസ്ലിയാർ? എന്നും ബാപ്പയും സഹോദരന്മാരായിട്ട് അദ്ദേഹത്തിന് ബന്ധമല്ല. അദ്ദേഹം സലഫി പ്രസ്ഥാനം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ മുഴുവൻ ആളുകളും അദ്ദേഹത്തിന് ഇപ്പോഴും എതിരാണ്. ആദർശത്തിൽ അദ്ദേഹം അവരുടെ കൂടെ അല്ല എന്നതുകൊണ്ട് അവരടുപ്പിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം കുടുംബത്തിൽ നിന്നൊക്കെ വിട്ടുകഴിയുന്നത് ആദർശത്തിൻ്റെ പേരിൽ. അന്നും ഇന്നും എന്നാണോ അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിൽ ചേർന്നത് അന്ന് മുതൽക്ക് അദ്ദേഹം കുടുംബവുമായി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അദ്ദേഹത്തെ വേണ്ട, ഒരു ബന്ധവുമില്ലാത്ത മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് ഒരു നോട്ടീസ്, ഇതാ ശിർക്കിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന നോട്ടീസ് ഇറക്കി. അദ്ദേഹത്തിന് അത് വലിയ സങ്കടമായി, വലിയ വിഷയമായി. അദ്ദേഹം തന്നെ സ്വന്തം ചെലവിൽ ഒരു ഹാള് ബുക്ക് ചെയ്ത് എല്ലാ ആളുകളെയും അങ്ങോട്ട് വിളിച്ചു വരുത്തി എന്ത് സംശയങ്ങളും തീർക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ വളരെ വിശദമായ, വളരെ പഠനാർഹമായ, വളരെ പ്രാമാണികമായ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമാണ് ഇപ്പോൾ ഒരു DVD ആയി നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. സഹോദരന്മാരെ, നിഷ്പക്ഷ ബുദ്ധിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അത് നിങ്ങൾ കേൾക്കുക. വെറുതെ പുറേ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും പുസ്തകത്തിനിടയിൽ അവിടെയും ഇവിടെ കിട്ടാൻ പോരാ, ശരിക്കും അത് ഉപയോഗപ്പെടുത്തിയിട്ട് ഒന്ന് കേൾക്കണം. എന്താണ് വ്യക്തമായി അദ്ദേഹം കാര്യങ്ങൾ അതിൽ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ഭൗതികം, എന്താണ് അഭൗതികം, എന്താണ് മുജാഹിദ് പ്രസ്ഥാനം ഇതുവരെ പറഞ്ഞത്. ഡോക്ടർ ഉസ്മാൻ സാഹിബ്, അദ്ദേഹം KNM-ന്റെ ദീർഘകാലത്തെ പ്രസിഡന്റാണ്. ഒരു എത്രയോ കാലഘട്ടത്തിൽ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തൊരു മഹാ വ്യക്തിത്വമാണ് ഡോക്ടർ ഉസ്മാൻ സാഹിബ്. ഉമ്മർ മൗലവി, അദ്ദേഹം ഈ പ്രസ്ഥാനത്തിൻ്റെ ആദർശ പ്രചരണത്തിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും ത്യാഗം ചെയ്യിച്ച ഒരു മനുഷ്യനാണ്. പ്രത്യേകിച്ച് മടവൂരികളുമായി ആശയ വിഭജനമുണ്ടായ ഒരു സന്ദർഭത്തിൽ അവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ ചർച്ച ചെയ്യുന്ന ഒരു യോഗത്തിൽ ഞങ്ങളുടെ കൂടെ അദ്ദേഹം പങ്കെടുത്തിരുന്നു. വളരെ വ്യക്തമായി അദ്ദേഹം, ഹുസൈൻ മടവൂർ എന്ന അദ്ദേഹം, ആ വ്യക്തി ഈ പ്രസ്ഥാനത്തെയും ഈ ആദർശത്തെയും അത് തകരാറിലേക്ക് കൊണ്ടുപോകുമെന്ന് വളരെ നേരത്തെ ഞാൻ മനസ്സിലാക്കുകയും ഉത്തരവാദപ്പെട്ട ആളുകളെ ഞാൻ ബോധ്യപ്പെടുത്തുകയും ചെയ്തതാണ് എന്ന് അദ്ദേഹം ഞാനടങ്ങുന്ന ഒരു സദസ്സിൽ വെച്ചാണ് അദ്ദേഹം വിശദീകരിച്ചത്, ഉമ്മർ മൗലവി. ആ ഉമ്മർ മൗലവി അതേ പ്രകാരം തന്നെയുള്ള മുഴുവൻ ആളുകളും, മുഴുവനുടെയും എഴുത്തുകളും അവരുടെ സംവിധാനങ്ങളും അതുപോലുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ, AP അബ്ദുൽ ഖാദർ മൗലവി എഴുതിയ ചോദ്യോത്തരം, പ്രാർത്ഥന സംബന്ധമായും വിശ്വാസ സംബന്ധമായും ഇന്ന് കേരള ഹിന്ദുത്വ മുജാഹിദിന്റെ ജനറൽ സെക്രട്ടറിയായ AP അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ജിന്ന് അഭൗതിക ജീവിയാണ്, അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ളതാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ചോദ്യോത്തരം എന്ന് പറയുന്ന പുസ്തകത്തിൽ എന്താണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ സംബന്ധമായി അദ്ദേഹം കൊടുത്ത മറുപടിയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്?
ഇതേ പ്രകാരം ഓരോ വിഷയങ്ങളും നമ്മളെടുത്ത് പരിശോധിക്കുക. അതിനർത്ഥം ജിന്നിനോടും പിശാചിനോടും സഹായം ചോദിക്കുക. ഒരു കാരണവശാലും ജിന്നിനോടും പിശാചിനോടും സഹായം ചോദിക്കുന്നൊരു സന്ദർഭമേ ഇല്ല. എന്ത് സഹായം ചോദിക്കുന്നതും അതിൽ ചിലപ്പോൾ ശിർക്കിൽ ആയിത്തീരുന്നതുണ്ട്. ശിർക്കാവുന്ന സഹായതായിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. റിജാലിൽ ഗൈബിൽപ്പെട്ട ജിന്ന്, അൽബാനി പറഞ്ഞതുപോലെ റിജാലിൽ ഗൈബിൽപ്പെട്ട ജിന്ന് അത് മഹാന്മാരായ മരിച്ചുപോയ മഹാത്മാക്കളോട് ചോദിക്കുന്നത് പോലെ തന്നെ വൈബിയായ രംഗത്തും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായും സഹായിക്കുവാനും രക്ഷിക്കുവാനും ജിന്നുകൾക്ക് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നേർച്ച വഴിപാട് അർപ്പിച്ച് ജിന്നിനെ ആരാധിക്കുന്ന ആളുകൾ ജാഹിലിയ കാലത്തുണ്ടായിരുന്നു. അങ്ങനെയുള്ള റിജാലിൽ ഗൈബിൽപ്പെട്ട ജിന്നിനോട് വിളിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ശിർക്കാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇങ്ങനെ നമ്മൾ ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ അള്ളാഹുവിനോട് ചോദിച്ചാൽ മതി. എല്ലാ ചോദ്യവും അള്ളാഹുവിനോട്. പ്രാർത്ഥനയാകുന്ന അർത്ഥനയാകുന്ന നമ്മുടെ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് രക്ഷ ആഗ്രഹിച്ചുകൊണ്ടോ ശിക്ഷ ഭയപ്പെട്ടുകൊണ്ടോ ഉള്ള എല്ലാ തേട്ടവും എല്ലാ അവലംബവും എല്ലാ തവക്കലും പടച്ചവനോട് മാത്രം. ആ പടപ്പുകളോടുള്ള ഒരു ദുആ ഇല്ല, പടപ്പുകളോടുള്ള ഒരു ചോദ്യമില്ല. ഈ കാര്യം നമ്മൾ അണിക്കടി എല്ലാ ആളുകളും പറയുന്നുണ്ട്. പിന്നെ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചേരിതിരിവ് വന്നത്? അപ്പോൾ ഇവിടെയുള്ള നമ്മുടെ ഇസ്ലാഹി സെന്ററിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എക്കാലത്തും അവകാശപ്പെട്ടിരുന്ന നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ തെളിവുകളുടെ കൂടെയാണ്, നമ്മൾ പ്രമാണങ്ങളുടെ കൂടെയാണ്. ആ പ്രമാണങ്ങളും തെളിവുകളും എന്താണോ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആശയങ്ങൾ നമ്മൾ സ്വരൂപിക്കുന്നത്. എന്നാൽ ഇസ്ലാഹി സെന്ററിൻ്റെ ആയിരക്കണക്കിനുള്ള മെമ്പർമാർ മുഴുവനും ഒരേ ചിന്തയിലും ഒരേ ആലോചനയിലും ഒരേ നിലപാടുകളിലുമാകണമെന്ന് നിർബന്ധബുദ്ധിയുണ്ടോ? ഇല്ല. കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുക, കാര്യങ്ങൾ പരിശോധിക്കുക. സ്വന്തമായി ചില നിലപാടുകൾ അതിൻ്റെ ആളുകൾക്കുണ്ടാകാം. അതുകൊണ്ട് അവർ ഇസ്ലാഹി സെന്ററിൻ്റെ പ്രവർത്തകരല്ല എന്ന് ആർക്കും അഭിപ്രായമല്ല. ഇസ്ലാഹി സെന്ററിൻ്റെ പ്രവർത്തകരായി അവർക്ക് ചില പ്രത്യേകമായ വിഷയത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കാത്തത് കൊണ്ടോ മനസ്സിലാകാത്തത് കൊണ്ടോ തെറ്റിദ്ധരിച്ചത് കൊണ്ടോ വ്യക്തമായ നിലപാടുകളെ സംബന്ധിച്ചുള്ള ബോധം വരാത്തത് കൊണ്ടോ ചില നിലപാടുകളിലും അഭിപ്രായങ്ങളും ഉണ്ടാകാം. ആ അഭിപ്രായങ്ങൾ ഉള്ളതോടുകൂടി എല്ലാം രാജി, ഇനി ഞങ്ങളും നിങ്ങൾ വേറെ, ലക്കും ദീനുക്കും വലിയ ദീൻ, ഇതൊക്കെ ഓതിയിട്ടുണ്ട് നാട്ടിൽ. നമ്മുടെ സ്റ്റേജിൽ ഓതുന്ന വാത്താണിത്, നിങ്ങൾ കേൾക്കണം. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, ഞമ്മക്ക് ഞമ്മളെ ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് ഓതിയിട്ടുണ്ട് നാട്ടിൽ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടും അങ്ങേയറ്റത്തെ സഹായം കൊണ്ടും കുവൈത്തിലൊന്നും ആരും ഓതിയിട്ടില്ല കേട്ടോ. ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് ആരും ഓതിയിട്ടില്ല. നാട്ടിലൊക്കെ ഓതൽ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ ദീന്, നമുക്ക് നമ്മളെ ദീനെന്ന്. ഇവിടെ ആരും ഓതാൻ പോകുന്നില്ല. ലക്കും ദീനുക്കും വലിയ ദീനെന്ന് ഓതാൻ പോകുന്നില്ല. നേരെ മറിച്ച് അങ്ങനെ വിഭജനം ഇവിടെ ഇല്ല. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാകാതെ അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹോദരന്മാരെ, ഏത് ഒരു പണ്ഡിതനെ കുറിച്ചാണെങ്കിലും ഏത് ഒരു മതപ്രബോധകന്മാരെ കുറിച്ചാണെങ്കിലും വളരെ മോശമായി തെറ്റിദ്ധരിപ്പിക്കുന്ന, അത് കേട്ടു നോക്കിയാൽ തന്നെ അറിയാം, തുടക്കത്തിൽ മുതൽ ഒടുക്കം വരെ പല രൂപത്തിലും മുറിച്ചുണ്ടാക്കിയതും പല രൂപത്തിലും ഏച്ചുകൂട്ടിയതും പല രൂപത്തിലും ഇതായമായ സീഡികൾ നമ്മുടെ ചില പ്രവർത്തകന്മാരെ തന്നെ ആളുകൾ ജുമാ നമസ്കരിക്കാനും അതുപോലെ തന്നെ പ്രാർത്ഥനക്കുമൊക്കെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് വളരെ ഉണ്ടാക്കിയ നമ്മുടെ ജുമാ പള്ളികളുടെ പുറത്ത് വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ചില പ്രവർത്തകന്മാർ നമ്മുടെ തന്നെ രൂപത്തിലുള്ള ഈ സീഡികൾ വിതരണം ചെയ്ത് അത് തന്നെ അൽമനാറിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കൊടുക്കുക. അൽമനാറാണ് കൊടുക്കുമ്പോൾ അതിനുള്ളിൽ സീഡി ഉണ്ടാവും. ഇതപ്പോൾ കൊടുക്കുന്നത് എങ്ങനെ മറച്ചു കൊടുക്കേണ്ട കാര്യം എന്താണ്? അപ്പം അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. സഹോദരന്മാരെ, നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ജുമാകളൊക്കെ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് അതിൻ്റെ ത്യാഗം അറിയില്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ട് ആ വിഷയത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒരു പള്ളി ഇവിടെ കിട്ടാനുള്ള വിഷമങ്ങളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും അറിയില്ല. ഒരുപാട് ആളുകൾ ആ പള്ളിയിൽ ജുമാ നമസ്കരിക്കുവാനും അതുപോലെ തന്നെ ഇബാദത്തുകൾക്കും വരുന്നതാണ്. അവർക്ക് നമ്മുടെ ഇസ്ലാമിൻ്റെ സന്ദേശമാണ് കൊടുക്കേണ്ടത്. അതാണ് നമുക്ക് അംഗീകരിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അതിന് പകരമായി നമ്മുടെ ചില പ്രബോധകന്മാരെക്കുറിച്ചും അതുപോലെയുള്ള ആളുകളെക്കുറിച്ചും വളരെ മോശമായി വളരെ ആസൂത്രിതമായി ഉണ്ടാക്കിയെടുത്ത സീഡികൾ, ആ സീഡികൾ വിതരണം ചെയ്ത് അതിലൂടെ നമ്മൾ കൂറ് തെളിയിക്കേണ്ടതില്ല. നമുക്ക് വേണമെങ്കിൽ അത് സ്വന്തമായി കണ്ട് നമുക്കെന്നെ ബോധ്യപ്പെട്ട കാര്യമാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങളിതൊന്ന് കണ്ടു നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ ഒരു സംവിധാനം ഉണ്ടല്ലോ, ഇസ്ലാഹി സെൻ്ററിനൊരു സംവിധാനമുണ്ട്. മതിന് നിങ്ങളിതൊന്ന് കണ്ടിട്ടുണ്ടോ? എനിക്ക് ആ സീഡി തരാനും തന്നിട്ടില്ല, നിങ്ങളിതൊന്ന് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച് നമ്മളെടുത്തൊന്ന് തരാം, അല്ലെങ്കിൽ TPSCൻ്റെ അടുത്തൊന്ന് കൊടുക്കുക. കുറച്ചൊക്കെ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് വേണം അത് ആളുകൾക്ക് വിതരണം ചെയ്യാൻ. അങ്ങനെ ചെയ്താൽ അതിലൊരു മാന്യത ഉണ്ട്. നേരെ മറിച്ച് നമ്മൾ ജുമാ പള്ളികളുടെ പുറത്ത് ഈ അരാജകത്വം ഒരിക്കലും സഹോദരന്മാരങ്ങൾ ചെയ്യരുത്. അത് അവിടെ ആളുകൾ
അത് ജുമാക്ക് വരുന്നതും പ്രാർത്ഥനയ്ക്ക് വരുന്നതും ഒരുപാട് ആളുകൾ, സുന്നികളായ ആളുകൾ അവിടെ വരുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി സുഹൃത്തുക്കൾ അവിടെ വരുന്നുണ്ട്. അതേപ്രകാരം തന്നെ മറ്റു പല പ്രസ്ഥാനത്തിൻ്റെയും ആളുകൾ അവിടെ വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാശിയും ഒരു വഴക്കും ഒരു വർത്തമാനവും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഒരിക്കലും നിങ്ങൾ ഉണ്ടാക്കരുത്. അത് മാന്യതയല്ല. നേരെ മറിച്ച് നമുക്ക് എല്ലാ അർത്ഥത്തിലും അത് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതിൻ്റെതായ മാർഗത്തിൽ കൊടുക്കാം. അത് ഇസ്ലാഹി സെൻ്ററിൻ്റെ ആളുകളെ ജയിപ്പിച്ച് അവരുടെ ഞങ്ങൾ കൊടുത്തിരുന്നു, അവരത് കേട്ടു. നമ്മളുടെ അഭിപ്രായങ്ങൾ എന്താണ് നമ്മളൊന്ന് കേൾക്കേണ്ടത്, നമ്മളൊന്നും കാണണ്ടേ? ഇത് ആധികാരികമായി ഫൈസൽ മുസ്ലിയാരുടെ CD ആദ്യം മുതൽ അവസാനം വരെ ഞാൻ കണ്ടതാണ്. അതിൽ എന്താണ് ആദർശം, എന്താണ് ഈ വിഷയത്തിൽ ഉണ്ടാക്കിയ പുകമറ, അദ്ദേഹം വളരെ വ്യക്തമായി അതിൽ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആളുകൾക്ക് പഠിക്കാൻ പറ്റുന്ന, സ്വതന്ത്രമായി പക്ഷപാതിത്വമില്ലാതെ ഒരു കാര്യം പഠിക്കണമെന്ന് മനസ്സിലാക്കുന്ന, ചോദ്യങ്ങൾ ചോദിക്കാൻ മുഴുവൻ സ്വാതന്ത്ര്യവും നൽകിക്കൊണ്ടും എല്ലാ അർത്ഥത്തിലും എല്ലാ ചോദ്യങ്ങൾക്കും വളരെ പണ്ഡിതോചിതമായി മറുപടി പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമാണത്. സഹോദരന്മാരെ, ഫൈസൽ മുസ്ലിയാരെ ആർക്കും ആവശ്യമില്ലാന്നിട്ടില്ല. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടി നോക്കിയിട്ടുണ്ട് ഫൈസൽ മുസ്ലിയാരൊന്ന് കിട്ടാൻ വേണ്ടി. പക്ഷേ അദ്ദേഹം ആദർശത്തിൽ വളരെ വ്യക്തമായി ഉറച്ചു നിൽക്കുകയും ആ കാര്യം അദ്ദേഹം ജനങ്ങളോട് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ വൈകിയ വേളയിൽ പറയാനുള്ളത്, എല്ലാ വെല്ലുവിളികളെയും മുജാഹിദ് പ്രസ്ഥാനം എക്കാലത്തും അതിജീവിച്ചിട്ടുണ്ട്. വെല്ലുവിളികളെ അതിജീവിച്ച പ്രസ്ഥാനം അത് കുവൈത്തിലും ഇൻഷാ അല്ലാഹ് എല്ലാ വെല്ലുവിളികളും നമ്മൾ അതിജീവിക്കും. ഇവിടെ ഒരു വിധത്തിലും നമ്മുടെ പ്രസ്ഥാനത്തിനോ നമ്മുടെ ആദർശത്തിനോ മോശമുണ്ടാക്കുന്ന ഒരു നിലപാടുകളിലും വ്യക്തിപരമായി നമ്മൾ ഇടപെട്ടിട്ടില്ല. ഈ എൻ്റെ പ്രവർത്തകരായ സഹപ്രവർത്തകരായിട്ടുള്ള ആരെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയോ? ഒരു അർത്ഥത്തിലും ഈ ആദർശത്തിനും ഈ നന്മക്കുമെതിരായി അവർ പ്രവർത്തിച്ചിട്ടില്ല. നേരെ മറിച്ച് ആ ആദർശത്തിനും ആ നന്മക്കും കോട്ടം തട്ടുന്ന ഏതെങ്കിലും വിധത്തിലുള്ള ദുരുദ്ദേശം, ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിലോമ പ്രവർത്തനങ്ങൾ വരുന്നോ അവിടെ ഞങ്ങൾ പ്രതിരോധിച്ചിട്ടുള്ളൂ. അത് വാസ്തവത്തിൽ അള്ളാഹു ആയുസ്സും ആരോഗ്യവും തരികയാണെങ്കിൽ ഈ ആദർശത്തിന് വേണ്ടി, ഈ ഹക്കിന് വേണ്ടി, ഈ നിലപാടുകൾക്ക് വേണ്ടി എന്ത് അടിസ്ഥാനത്തിലും ഉറച്ചു നിൽക്കാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ തയ്യാറാണ്. അത് ഇവിടുത്തെ ഇസ്ലാഹി പ്രവർത്തകരും തയ്യാറാണ് എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ നമുക്ക് പറയുവാനുള്ളത്. സഹോദരന്മാരെ, നമ്മുടെ ഈ കഴിഞ്ഞ സംഘടനയുടെ എക്സിക്യൂട്ടീവിൽ പോലും കഴിഞ്ഞ 12-ാം തീയതി നടന്ന കേരള നേതൃത്വ മുജാഹിദിൻ്റെ എക്സിക്യൂട്ടീവിൽ പോലും ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഹക്കിൻ്റെ കൂടെ, യാഥാർത്ഥ്യത്തിൻ്റെ കൂടെ, ആദർശത്തിൻ്റെ കൂടെ ഏറ്റവും ശക്തമായി നിൽക്കണം. നമ്മളതിൻ്റെ പേരിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ സംഘടനയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പാടില്ല. ഇപ്പോൾ ISM MSM എന്ന് പറയുന്നത് ഒരുപാട് നന്മകൾ ചെയ്ത ആളുകളാണ്, ഒരുപാട് നന്മകൾ പ്രവർത്തിച്ച ആളുകളാണ്, ഒരുപാട് പ്രസ്ഥാനത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ഒരുപാട് ചെറുപ്പക്കാർക്ക് ഊർജം കൊടുത്ത ആളുകളാണ്, ഒരുപാട് സഹോദരന്മാരെ ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായ ആളുകളാണ്. ആ ചെറുപ്പക്കാരെയും ആ വിദ്യാർത്ഥികളെയും നമ്മൾ പിരിച്ചയക്കാൻ പാടില്ല. അവരെ നമ്മുടെ കൂടെ നിർത്തണം. അബദ്ധമുണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ മേശയ്ക്ക് ചുറ്റും ഇരുത്തുക, അവരോട് സംസാരിക്കുക എന്ന് വളരെ വ്യക്തമായി എക്സിക്യൂട്ടീവിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ സാക്ഷി നിർത്തി എൻ്റെ ബാധ്യത ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. തീരുമാനം എന്തായി എന്നത് എനിക്ക് പ്രശ്നമല്ല, പക്ഷെ ഞാനത് സംസാരിച്ചിട്ടുണ്ട്. ആ ചെറുപ്പക്കാർ അവരുടെ പ്രവർത്തനങ്ങൾ, അവരെ പഠിച്ച ഒരു ദൈവത്തിൻ്റെ രീതി, അവർ മനസ്സിലാക്കിയ ഒരു ആദർശം, അതിനനുസരിച്ച് ഉറച്ചു നിൽക്കുന്നുണ്ട്. അവരാരെങ്കിലും പത്രസമ്മേളനം നടത്തി മാതൃസംഘടനയ്ക്കെതിരെ എതിർ പ്രസ്താവന കൊടുത്തിട്ടില്ല. അവരാരെങ്കിലും ഒരു ബഹളം ഉണ്ടാക്കിയിട്ടില്ല. പകരം വിദ്യാർത്ഥി സംഘടന രൂപീകരിച്ചു, പകരം യുവജനങ്ങളെ രൂപീകരിച്ചു. അങ്ങനെ ഒരുപാട് ബഹളങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ആ ചെറുപ്പക്കാർ അങ്ങനെ ഒരു നേതൃത്വത്തിനെതിരെയോ സംഘടനയ്ക്കെതിരെയോ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടോ ഒരു ബഹളമുണ്ടാക്കിയിട്ടോ ഒരു കോലാഹലം ഉണ്ടാക്കിയിട്ടില്ല. അവർ പഠിച്ച മര്യാദയുടെ അടിസ്ഥാനത്തിൽ അവരുടെ ദഅവത്ത് അവർ നിർവഹിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കേണ്ടത്, ഈ ഇസ്ലാഹി പ്രസ്ഥാനം നമ്മുടെ കുവൈത്തിലും നമ്മുടെ നാട്ടിലും ഹുസൈൻ സലഫി പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ഒന്നിക്കണം. ഇത് നമുക്കിടയിൽ ഒരു വിഭജനത്തിന് മാത്രമുള്ള അഭിപ്രായ വ്യത്യാസത്തിലില്ല. ചില കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഓരോരുത്തരാ മനസ്സിലാകാത്ത, ഇതാണ് നമ്മുടെ കാര്യത്തിൽ നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്ന കുവൈത്തിലെ സലഫി സംഘടനയായ ഈ ജമിയത്ത് ഇയാത്തുൽ ഇസ്ലാമിയും ഇവിടെ വന്ന നേതാക്കളോടും ഞങ്ങളൊക്കെ കൂട്ടിയിരുത്തി പറഞ്ഞ കാര്യം ഇതാണ്. എന്തിനാണ് കൂട്ടരെ നിങ്ങൾ ഇതിൻ്റെ പേരിൽ തർക്കിക്കുന്നത്? പണ്ഡിതന്മാർക്കിടയിൽ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ മുമ്പും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ അവരെല്ലാം ചേരിതിരിഞ്ഞ് പരസ്പരം തച്ച് പുറത്താക്കി അച്ചടക്ക നടപടിയെടുത്ത് പടി അടച്ച് പിണ്ടം വെച്ച് പിന്നെ ഈ ജവനയും അതുപോലെ തന്നെ വെള്ളപ്പാത്രമൊക്കെ കമഴ്ത്തി വെച്ച് എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളിവിടെ നിന്നാണ്, നിങ്ങളുടെ നാട്ടിൽ മാത്രം എന്താണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം? അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സതുദ്ദേശത്തിൻ്റെ പേരിൽ പറഞ്ഞതാണ്. നമ്മൾ അവരെ കുറ്റം പറയാൻ പോകണ്ട. അവരെ സതുദ്ദേശം കൊണ്ടും നമ്മുടെ പ്രവർത്തനങ്ങളെ വലിയ ബഹുമതിയാണ് അവർക്ക്. നമ്മുടെ ഇൻ്റഗ്രേഷൻ, പരസ്പര ധാരണയോടുകൂടിയുള്ള തൗഹീദിന് വേണ്ടിയുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ അവർക്ക് വലിയ ബഹുമാനമാണ്. അതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്ന സഹായങ്ങൾ മുഴുവനും. ഒരുപാട് സഹായങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങൾക്കും, ഒരുപാട് സഹായങ്ങൾ നമ്മുടെ മഹല്ലുകൾക്കും, ഒരുപാട് സഹായങ്ങൾ നമ്മുടെ പണ്ഡിതന്മാർക്കും, ഒരുപാട് സഹായങ്ങൾ നമ്മുടെ അനാഥകൾക്കും, അതുപോലെ തന്നെ നിരന്തരമായി ഒരു 1/4 നൂറ്റാണ്ട് കാലം നമ്മുടെ പ്രസ്ഥാനത്തെ സഹായിച്ച ആളുകളാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ ഇതെല്ലാം കൊളമാക്കരുത്. നിങ്ങൾ ഇതിൻ്റെ ആദർശത്തിൻ്റെ ഈ കാര്യത്തിലുണ്ടായ ചെറിയ ഈ
പിന്നെ ഈ മതപരമായ വിഷയങ്ങളിൽ തെളിവിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ വലുതാക്കരുത്. അത് നിങ്ങൾ വെറുതെ ഈ ഇടവഴികളിലും മദ്രസകളിലും അങ്ങാടികളിലും തെരുവുകളിലും സ്റ്റേജ് കെട്ടി നിങ്ങൾ പറയരുത്. നേരെ മറിച്ച് നിങ്ങൾ പണ്ഡിത ലോകത്തേക്ക് മടക്കുക, പണ്ഡിതന്മാരിലേക്ക് മടക്കുക. ഇത് അവർ പറഞ്ഞിട്ടുള്ളൂ. ഈ ആശയം തന്നെയാണ് അത് ഉൾക്കൊണ്ട് നമ്മുടെ ഹുസൈൻ സലഫി പറഞ്ഞിട്ടുള്ളൂ. അതുപോലെയുള്ള ആളുകളും സംസാരിച്ചിട്ടുള്ളൂ. സഹോദരന്മാരെ, നമ്മളും അത് ആവർത്തിക്കുന്നു. ഇപ്പറഞ്ഞ കുവൈത്ത് കേരള ഇസ്ലാഹി സെൻ്ററിൻ്റെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഇവിടെ കൂടിയിട്ടുള്ള സഹോദരന്മാരോട് പറയാനുള്ളത്, നിങ്ങൾക്കും മനസ്സിലാകാത്ത ആശയങ്ങളോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെല്ലാം പിഴച്ചുപോയി എന്ന് നമ്മൾ വാദിക്കാൻ തയ്യാറില്ല. അത് നിങ്ങളുടെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സ്വീകരിച്ചൊരു നിലപാട്, എൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സ്വീകരിച്ചൊരു നിലപാട്. അത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ആ നിലപാട് സ്വീകരിച്ചാലും നമ്മൾ അംഗീകരിക്കുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ, പൊതു കാര്യങ്ങളില്ലേ, നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം, ഒന്നിച്ച് മുന്നോട്ട് പോകാം. ഈ നിലപാടാണ് കുവൈത്ത് കേരള ഇസ്ലാഹി സെൻ്റർ അന്നും ഇന്നും നിർത്തിയിട്ടുള്ളത്. നമ്മുടെ സഹോദരന്മാർ കൂടിയാലോചിച്ചതിൻ്റെ മീറ്റിങ്ങുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഹക്കായി മനസ്സിലാക്കാനും അത് അംഗീകരിക്കാനും അത് സ്വീകരിക്കാനും ബാത്തിലായി അത് തള്ളിക്കളയാനും അങ്ങനെ ഹക്കിൻ്റെ കൂടെ അതിൻ്റെ സഹായികളായി, അതിൻ്റെ പ്രചാരകരായി, അതിൻ്റെ അനുവാചകരായി, അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അതിനെ ശക്തിപ്പെടുത്തുന്ന ആളുകളായി നിൽക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഇഹത്തിലും പരത്തിലും അവൻ്റെ ആദർശവും അവൻ്റെ ദീനും സ്വീകരിച്ച സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമ്മളെ എല്ലാ പാപങ്ങളും നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പരസ്പര സ്നേഹവും സന്തോഷവും സൗഹാർദ്ദവും വിട്ടുവീഴ്ചയും അതുപോലെ എല്ലാ നല്ല മനസ്സോടുകൂടി മുന്നോട്ട് പോകുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ വർസുഖ്നാ ഇജ്തിനാബ. അല്ലാഹുമ്മ അരിനൽ ബാത്തില ബാത്തിലൻ വർസുഖ്നാ ഇജ്തിനാബ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.